ഞാൻ കേട്ടതിൽ എനിക്കൊരു സ്ട്രൈക്കിംഗ് ആയ ഒരു കാര്യം, നമ്മളെങ്ങനെയാണ് കെയറിനെ ഒരു പ്രാക്ടീസ് എന്നുള്ള നിലയിൽ കാണുന്നതെന്നുള്ളത്. നമ്മൾ സാറിന് കെയറിനെ പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യുന്നത് നമ്മളൊരു ഇൻഡിവിജ്വൽ ഇമോഷൻ അല്ലെങ്കിൽ ഒരു വെർച്യൂ, ഒരു കപ്പാസിറ്റി എന്നുള്ള നിലയിലാണ്. അത് നമ്മളെപ്പോഴും ഇൻഡിവിജ്വൽ എംപത്തി, ഇന്നലെയൊക്കെ പറഞ്ഞല്ലോ നമ്മൾ എംപത്തി, പിറ്റി, പിന്നെ കമ്പാഷൻ ഇങ്ങനെയുള്ള ഉപയോഗിച്ചിട്ട് ഒരു ഇൻഡിവിജ്വലിൻ്റെ വെർച്യൂ, ഇറ്റ്സ് എ റിലേഷണൽ തിങ്. പക്ഷെ നമുക്കറിയാം അതിലൊരു ട്രൂത്തുണ്ട് ഇതിനകത്ത്. പക്ഷെ നമ്മൾ കെയറിനെ പറ്റി പഠിക്കാൻ ആ ഒരു പെർസ്പെക്റ്റീവ് പോരാ. കാരണം അത് ഒരുപാട് ഈ സോഷ്യൽ ഒറിജിൻ മിത്തോളജിയിലുള്ളതാണ്. അതായത് സൊസൈറ്റി ഉണ്ടാകുന്നത് ഇൻഡിവിജ്വൽ ആദ്യം ഉണ്ടായി, ഇൻഡിവിജ്വലിന് സർവൈവ് ചെയ്യാൻ വേണ്ടി മറ്റ് സഹായങ്ങൾ വേണം, ദോ ഹി ലുക്സ് അറൗണ്ട് ദെൻ യു ഫോം സൊസൈറ്റി, അങ്ങനെ. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമ്മളെപ്പോഴും ഒരു സൊസൈറ്റിയിലാണ് യു ഫൈൻഡ് യുവർ സെൽഫ് ഇൻ റിലേഷൻസ്. അപ്പോൾ റിലേഷനാലിറ്റി എന്ന് പറയുന്ന കെയർ പിന്നെ കണ്ടുപിടിക്കുന്ന ഒരു സാധനമല്ല, അതിൽ തന്നെ ഒരു റിലേഷനാലിറ്റി ഉണ്ട്. അപ്പോൾ അവിടെയാണ് എനിക്ക് തോന്നുന്നത് നല്ല ദേവിയൊക്കെ പറയാൻ ശ്രമിച്ചാൽ നമ്മളിതിനെ ഒരു പ്രാക്ടീസായിട്ട്, ഇപ്പോൾ ഡെമോക്രസി, പൊളിറ്റിക്സ് ഓഫ് കെയർ എന്ന് ചോദിക്കുമ്പോൾ നമ്മളിതിനെ ഒരു പ്രാക്ടീസായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ള ചോദ്യം. പക്ഷെ ഒരു കാരണം പലരും ഇപ്പം ഇതിൽ വർക്ക് ചെയ്യുന്ന പലരും ആലോചിക്കുന്നതിൻ്റെ ഒരു ഫിനോമിനോളജി ഓഫ് കെയർ, അതായത് അതുമായി ബന്ധപ്പെട്ട ആറ്റിറ്റ്യൂഡ്സ്, ഈ പിറ്റി, എംപതി, റൈറ്റ്. എംപതി എന്ന് പറയുന്നത് നമ്മൾ വിറ്റ്ഗൻസ്റ്റൈൻ പറയുന്ന പോലെ എൻ്റെ പെയിൻ എൻ്റെ അടുത്തിരിക്കുന്നയാളുടെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്നു. പക്ഷെ അതിലെപ്പോഴും ഒരു എൻ്റെ എന്നുള്ളൊരു ഇതുണ്ട്. അതാണ് നമ്മൾ കാണുന്ന എംപതി. കാരണം എൻ്റെ പോലെ വേറൊരാളുടെ വേദന, അതിൻ്റെ റാഡിക്കൽ ഫോമിൽ എൻ്റെ വേദന വേറൊരാളിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റും. എൻ്റെ നമ്മൾ സാധാരണ പറയുന്നത് നമ്മുടെ ബോഡിയാണ് നമ്മുടെ അനുഭവങ്ങളുടെ ലോക്കസ്, മറ്റേ ആളുടേത് മറ്റേ ബോഡി. പിന്നെ വലിയൊരു പ്രശ്നമാണ് നമ്മൾ എങ്ങനെയാണ് അയാളുടെ വേദന എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും അയാളുടെ വേദനയാണ് എന്നുള്ള കാര്യങ്ങൾ. പക്ഷേ ഇത് നമുക്കങ്ങനെയല്ല. ഈ ബോഡിക്ക് അപ്പുറത്ത് നമുക്ക് ചില ഒരു എക്സ്ട്രാ ബോഡി എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ പലരും കെയറിനെ അങ്ങനെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത് ഇന്നലെ തന്നെ നമ്മുടെ അടുത്ത് ബോഡി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമാണ് ഇതിനകത്ത്. പക്ഷേ അത് എൻ്റെ ശരീരമാണോ അതോ നമുക്കതിലും അപ്പുറത്ത് നമുക്ക് നമ്മുടെ ശരീരം എന്നൊക്കെയുള്ള ഒരു ബോധം അങ്ങനെയൊന്നിലാണോ നമ്മൾ കാണേണ്ടതെന്നുള്ള ഒരു ചോദ്യമുണ്ട്. അത് പൊളിറ്റിക്സും അങ്ങനെ തന്നെയാണ്. ഈ അന്നാ ആരൻ്റെയൊക്കെ പറയുന്ന പോലെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ സാമൂഹികമായ വിസിബിലിറ്റിയാണ്. അതായത് ആൾക്കാർ ജാഥയും ഒക്കെ ആയിട്ട് കളക്റ്റീവായിട്ട് പൊതുജന ഒരു സിറ്റിയിൽ അവതരിക്കുന്നതാണ്, തെരുവിൽ അവതരിക്കുന്നതിനെയാണ് നമ്മൾ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അതിനെ ബാക്കി പ്രശ്നങ്ങളൊക്കെ വരുന്നത്. നമ്മളൊരു കളക്റ്റീവ് ബോഡിയായിട്ട് നമുക്ക് പുറത്ത് പോകണം. അപ്പോൾ അതിനൊരു എംബോഡിമെൻ്റ് ഉണ്ട്. അത് പിന്നെയാണ് നമ്മളിപ്പോൾ കെയർ, ടെക്നോളജി, AI ഒക്കെ ആയി കഴിയുമ്പോൾ ഹൗ ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ് എംബോഡിമെൻറ്റ്, അങ്ങനെയൊരു ഇതുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും തോട്ട്സ് ഡിഡ് യു ഹാവ്? ഇന്നലെ ഈ മതവുമായി, കാരണം ഇതിനകത്ത് വലിയൊരു സാധനം മതവുമായിട്ട് ബന്ധപ്പെട്ട്, മതത്തിലാണ് കെയറിങ് പ്രാക്ടീസസ് വളരെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അത് നമുക്കറിയാം. ഈ ഏറ്റവും കൂടുതൽ നഴ്സുമാരെ സംഭാവന ചെയ്യുന്ന കേരളത്തിലാണ്. അത് ക്രിസ്ത്യാനിറ്റിക്കുള്ള പങ്ക് നമുക്ക് ഒരു തരത്തിലും നിഷേധിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി ഒരു സംതിങ് ലൈക്ക് പബ്ലിക് മെഡിസിൻ ഉണ്ടാകുന്നത് ബുദ്ധിസത്തോടു കൂടിയാണ്. അശോകൻ്റെ ഈ ലിഖിതങ്ങളിൽ കൂടിയൊക്കെയാണ് ഇന്ത്യ മുഴുവൻ, ദേവനാംബ്രിയൊക്കെയാണ് ഈ ഇന്ത്യ മുഴുവനുള്ള, അതായത് എല്ലാവർക്കും വേണ്ടിയുള്ള ചില മെഡിക്കൽ പ്രാക്ടീസസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ റിസോഴ്സസിൻ്റെ എന്തോ ആണ് ഇവരൊക്കെ ആവശ്യപ്പെടുന്ന കെയറിങ് പ്രാക്ടീസുള്ള വ്യത്യാസം എന്തോ ആണ്. അത് നമ്മുടെ ഇപ്പോഴത്തെ ഈ മെഡിക്കൽ കെയറും പല കെയറും തമ്മിലുള്ള വ്യത്യാസം അത് നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഈ റിലീജിയസ് കെയറിങ്ങിൽ എപ്പോഴും ഇത് ഇവരുടെ പേഴ്സണൽ ആറ്റിറ്റ്യൂഡല്ല, അല്ലെങ്കിൽ പിറ്റി, എന്താ മറ്റൊരാളുടെ ഒരു ദയനീയാവസ്ഥ കണ്ടിട്ട് നമ്മുടെ ഒരു കവിഞ്ഞൊഴുകലല്ല അവരുടെ കെയർ. ആ കെയർ എന്ന് പറയുന്നത് വേറെ ചില പ്രിൻസിപ്പിളിൻ്റെയൊക്കെ പുറത്ത് വരുന്നതാണ്. അവസ്ഥ മദർ തെരേസയൊക്കെ പറയുന്നല്ല, അവർ ഈ ഒരു യാചകനല്ല, അയാളൊരു മനുഷ്യനാണെന്ന് തിരിച്ചറിയുന്നിട്ടാണ് കെയർ ചെയ്യുന്നത്. അത് അയാളുടെ ദീനാവസ്ഥ ഇവർക്ക് മറികടക്കാൻ പറ്റണം, അപ്പം മാത്രമാണ് പറ്റും. അതുപോലെ തന്നെ ബുദ്ധിസത്തിലും വലിയ
കമ്പാഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മൾ ശരിക്കും അന്വേഷിക്കേണ്ടതാണ്. എന്താണ് നിസാർ തന്നെ ടോക്കിൽ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അത് ബുദ്ധിസത്തിൽ ഈ ബോധിസത്വൻ എൻലൈറ്റ്മെൻറ്റിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് നിർവ്വാണത്തിലെത്തുന്നതിന് മുമ്പാണ് ഈ കമ്പാഷൻ. കാരണം ആ സമയത്താണ് ഈ ബാക്കി ആരും എൻലൈറ്റഡ് ആയിട്ടില്ല. അപ്പോൾ ഒരു തരത്തിൽ നമ്മൾ കാണുന്ന ബാക്കി എല്ലാവരും എൻലൈറ്റഡ് ആകാനുള്ള ഒരാൾ വെയിറ്റ് ചെയ്യുകയാണ്, എല്ലാവരെയും കൂടെ കൊണ്ടുപോകാനുള്ളത്. മറ്റൊരു ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് സാറിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ അല്ല, എൻലൈറ്റ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോഴാണ് ബുദ്ധൻ ഇത് പ്രത്യേകിച്ച് ഒരു സാധനമൊന്നും അല്ല എന്നുള്ളത്, എല്ലാവരും ബുദ്ധന്മാരാണെന്നുള്ളത്. അപ്പോൾ അത് തിരിച്ചറിയുന്ന ഒരു ബോധിസത്വൻ്റെ ഈ ലോകത്തിൽ കഴിയുന്ന ഒരു ഇതാണ്. അപ്പോൾ ഈ സെൽഫ് സഫിഷ്യൻസി നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, സെൽഫ് സഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്ക് വേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റുണ്ട്, അതെല്ലാം എനിക്കുണ്ടെന്നുള്ള ബോധമല്ല. അതൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ, എങ്കിലും ഞാനാണെന്നുള്ള ഒരു സെൽഫ് മാസ്റ്റർ. ഇപ്പോൾ നമ്മൾ ഈ എല്ലാ ട്രഡീഷനിലും ചില നോഷൻസ് ഉണ്ട്, ഈ സെൽഫ് കെയർ, സെൽഫ് മാസ്റ്ററി, സെൽഫ് നോളേജ്, ഇങ്ങനെയുള്ള കുറേ സാധനം. അതിനകത്താണ് ഇത് ഈ കെയറിനെ പറ്റിയുള്ള ഒരുപാട് നോഷൻസ് കിടക്കുന്നത്. ഗ്രീക്കുകാരൊക്കെ പറയുന്ന എപ്പി മെത്തിയ എന്ന് പറയുന്ന അവരുടെ ഒരു ടേക്കിംഗ് കെയർ ഓഫ് വൺ സെൽഫ്, അതാണ് അവരുടെ എത്തിക്സ്. പക്ഷെ അത് ഇപ്പം നമ്മൾ മോഡേൺ ഇതിലാണെങ്കിൽ നമ്മളൊന്നിങ്ങനെ പറയുന്നത്, നമ്മളെപ്പോഴും ഈ സൈക്യാട്രിയൊക്കെ വെള്ളം വേണം, തണുപ്പാണ്, അവിടെ നേരെയാ, യു കൻ സിറ്റ് ദേർ. അപ്പം അവിടെ ഉണ്ട്, അവിടെ അടിക്കും. ചുമയ്ക്കുന്നയാളെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന അവരെ ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് ശോഭ പറഞ്ഞ വലിയൊരു പോയിൻ്റുണ്ട്. ആൾക്കാർ ചുമയ്ക്കുമ്പോൾ നമ്മൾ കൂടെ ചുമയ്ക്കും. ഇതുപോലെ തന്നെ ആൾക്കാർ ചിരിക്കുമ്പോൾ നമ്മൾ ചിരിക്കുകയും ചെയ്യും. അതൊരു ഇമ്പേഴ്സണൽ ഘടകമാണ്. മറ്റേ ഈ ക്യാൻഡിൽ ആഫ്റ്ററുള്ള ടി വി സീരിയൽ നമ്മൾ കണ്ടു കാണുമല്ലോ. ചില ടി വി സീരിയലിൽ നമ്മൾ ചിരിക്കുന്നതിന് മുമ്പേ ടി വി സൗണ്ട് ട്രാക്കിൽ ചിരി വരും. യു ജസ്റ്റ് ഹാവ് ടു ഗോ വിത്ത് ഇറ്റ്. അല്ലാതെ ചിരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ കണ്ടിട്ട് എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു സാധനമല്ല. ഇമോഷൻസ് എല്ലാം അങ്ങനെയാണ്. അതിനൊരു മെക്കാനിക്കൽ സാധനമുണ്ട്, അതിൽ നമ്മൾ പ്ലഗ് ഇൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ രുഡാലി എന്ന് പറഞ്ഞൊരു പ്രാക്ടീസ് ഉണ്ട്. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ കരയാനുള്ള ആൾക്കാരെ നമ്മൾ പൈസ കൊടുത്ത് വീട്ടിൽ വിളിക്കും, മനസ്സിലായോ? രുഡാലി. അപ്പോൾ അവർ കരഞ്ഞാൽ മതി. അവിടെ അവർ നമ്മുടെ ഇമോഷൻസ് നമുക്ക് സബ്ലെറ്റ് ചെയ്യാൻ പറ്റും ഇമോഷൻസ്. അല്ല നമ്മൾ തന്നെ ഇത് അനുഭവിച്ച് തീർക്കണം എന്നുള്ള ഇതൊന്നുമില്ല. അത് ഈ ബുദ്ധിസ്റ്റ് ഈ പ്രയറും അങ്ങനെയാണ്. നമ്മൾ ബുദ്ധിസ്റ്റ് അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ പ്രയർ വീൽസ് ഉണ്ട്. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങളത് ചുമ്മാ ഇങ്ങനെ കറക്കിയാൽ മതി. അതിലെളുപ്പം ചെയ്ത് ഈ ബുദ്ധിസ്റ്റ് പതാകയിൽ എഴുതിയിട്ട് കാറ്റത്ത് പറത്തിയാൽ മതി. ഈ പതാക ഇങ്ങനെ ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾ പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഈ റിലീജിയൻ്റെ ഒരു വലിയൊരു പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പല സാധനങ്ങളെ ഇൻഡിവിജ്വലി നിന്ന് മാറ്റിയിട്ട് ഒരു കളക്റ്റീവ്ലി അവൈലബിൾ സാധനമായിട്ട് മാറ്റും. അതൊക്കെയാണ് പൊളിറ്റിക്കൽ പ്രാക്ടീസ് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മറിച്ച് മോഡേണിറ്റിയിൽ വരുമ്പോൾ നമ്മൾ നടക്കുന്ന ഒരു കാര്യം വെച്ചാൽ സൈക്യാട്രിസ്റ്റാണ് നമ്മുടെ ഈ സെൽഫ് നോളേജിന്. അതായത് നമ്മളെന്ന് പറയുന്നത് നമ്മുടെ വലിയൊരു കടങ്കഥയാണ്. യു ആർ എ പസിൽ ഫോർ യുവർ സെൽഫ്, യു ആർ എ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നമ്മളിങ്ങനെ സെൽഫ് അനാലിസിസ് കൂടെ നമ്മളിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ എപ്പോഴും നമുക്ക് ചുമയും ചിരിയും കൂടെ ആയിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മാനേജ്.
അപ്പോൾ ഈ നമ്മൾ ഇമോഷൻസിനൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഒരു ഇമ്പേഴ്സണൽ ഡയമെൻഷൻ ഉണ്ട്. ആ ഇമ്പേഴ്സണൽ ഡയമെൻഷനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒന്നാണ് കെയറിൻ്റെ ഒരു പൊളിറ്റിക്സ് കാണുന്നത്. ഷെഡിൻ സേ സംതിങ്, അതിൻ്റെ ഇടയ്ക്ക് ഞാനെന്തോ പറഞ്ഞു, ഞാൻ മറന്നുപോയി. സൈക്കോ അനാൽ ഇപ്പോഴും ഈ സെൽഫ് നോളജ്, നമ്മളെ കൃത്യമായി അറിയുക എന്നുള്ളതാണ് ഒരു മോഡേൺ പ്രാക്ടീസ് എന്ന് പറയുന്നത്. പക്ഷെ അതായിരിക്കണം എന്നല്ല ഈ ബുദ്ധിസത്തിലൊക്കെ നടക്കുന്ന അങ്ങനത്തെ സെൽഫ് നോളേജ് എന്നുള്ള ഒരു ഇതിലല്ല. അത് അങ്ങനെ ഒരു പസിലിനെ ആൻസർ ചെയ്തുകൊണ്ടല്ല അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വെസ്റ്റേൺ ഫിലോസഫിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗ്രീക്ക് മുതലാണ് ഈ സെൽഫ് ഒരു പസിലായി മാറുന്നത് ലേറ്റർ. അതാണ് ഈ സോക്രട്ടീസിനെ പറ്റി, കാരണം ഈ ഡൽഹിയിലെ പ്രവചനം അതാണ്. അവരുടെ ലൈഫ് മുഴുവൻ ഡൽഹി പ്രവചനങ്ങളിലാണ്. അപ്പോൾ ഡൽഹിയിലെ പ്രവചനമുണ്ട് സോക്രട്ടീസിന് എല്ലാം അറിയാം. അപ്പോൾ ആൾക്കാർ വേഗം സോക്രട്ടീസിൻ്റെ വീഡിയോ ഓടിച്ചെന്ന് ചോദിക്കും, നിങ്ങൾക്ക് എല്ലാം അറിയാം, എല്ലാം പറഞ്ഞു തരുമെന്ന് പറഞ്ഞാൽ സോക്രട്ടീസ് പറഞ്ഞു, എനിക്കറിയാവുന്ന ഒരേ ഒരു കാര്യം, ഐ നോ നത്തിങ്, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് രണ്ടും ശരിയാണ്. കാരണം ദൈവത്തിൻ്റെ പ്രവചനം ഒരിക്കലും തെറ്റില്ല. അത് തെറ്റാത്തതുകൊണ്ട് തന്നെ സോക്രട്ടീസിന് എല്ലാം അറിയാം. എല്ലാം അറിയാവുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അയാൾക്കൊന്നും അറിയില്ല എന്നുള്ളത്. അപ്പോൾ അതും തെറ്റാൻ പറ്റില്ല. പിന്നെ ഈ സോക്രട്ടിക് ഡയലോഗ് എന്ന് പറയുന്നത് സോക്രട്ടീസ് രണ്ടും ശരിയാണെന്ന് പറയുകയാണ്. അപ്പോൾ അയാൾ ആകെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആരെങ്കിലും അയാളുടെ അടുത്ത് സംസാരിച്ച് ഫിലോസഫി ചോദ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും അറിയത്തില്ലെന്ന് അയാൾ പ്രൂവ് ചെയ്യും. സോക്രട്ടീസ് അറിയാവുന്ന ഒരിക്കലും സോക്രട്ടീസ് പ്രൂവ് ചെയ്യത്തില്ല. സോക്രട്ടീസ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫിലോസഫി പഠിക്കുന്ന സോക്രട്ടീസിൻ്റെ എല്ലാ ഉത്തരം എന്താണ് ജസ്റ്റിസ്, എന്താണ് ഗുഡ് എന്നൊക്കെ ഇതേവരെ അതിനകത്ത് ഒരു ഡയലോഗിലും പുള്ളി ഇതൊന്നും പറഞ്ഞിട്ടില്ല. മറ്റുള്ളവർ പറയുന്നതൊക്കെ തെറ്റാണെന്ന് പുള്ളി പറയും. ഈ ഡേവിഡ്സൺ എന്ന് പറഞ്ഞൊരു ഫിലോസഫർ പറയുന്നുണ്ട്, ഇത്രയും വലിയ ഡയലോഗ് നടത്തിയിട്ട് ഇയാൾ ആകെ ഡിഫൈൻ ചെയ്യുന്നത് മഡ് എന്ന് പറഞ്ഞാൽ എന്താണ് സോക്രട്ടീസ് ഡിഫൈൻ ചെയ്യുന്നത്, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സാൻഡ് ആൻഡ് വാട്ടർ. ഇത്രയാണ് ഈ ഇത് പുള്ളി പറഞ്ഞു. ബാക്കിയൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പക്ഷേ ഇത് പലപ്പോഴും ഇത് ഈ ക്ലാസ്സിൽ എല്ലാവരും കൂടെ തീരുമാനിക്കും, അവർക്കറിയത്തില്ല, അന്ന് സോക്രട്ടീസ് പ്രൂവ് ചെയ്യും. ഇപ്പോൾ എല്ലാവരും സോക്രട്ടീസിനോട് പറയും, എന്നാൽ നിങ്ങൾ പറയുമെന്ന്. ഉടനെ സോക്രട്ടീസ് പറയും, നോക്കും എനിക്ക് നല്ലൊരു ടീച്ചർ ഉണ്ടായിരുന്നില്ല, ഞാനൊരു നല്ല PhD സ്റ്റുഡൻസിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുമില്ല, അതുകൊണ്ട് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അവരെല്ലാവരും കൂടെ പറയും, ഓ വാട്ട് എ സിമ്പിൾ മാൻ ഹീ ഈസ്, ദർ ഇസ് ഡോറിക് ഹാർമണി ഇൻ ഹിസ് വോയിസ്, ലെറ്റ് us ലേൺ ഫ്രം ഹിം. അപ്പോൾ ഇങ്ങനെ ഒരു പസിൽ. പക്ഷേ ഇത് ഏർലി ഗ്രീക്കിലൊന്നും അങ്ങനെ ആയിരുന്നില്ല. കാരണം ഇതെന്ന് പറയുന്ന ഈ സെൽഫ് കെയർ എന്ന് പറയുന്നത് നമ്മുടെ കൂടെ തന്നെ നിൽക്കുക. അതായത് നമ്മളകത്ത് തന്നെ വളരെ ഈ ഡിസയറിനും ഒക്കെ പുറകെ പോകുന്ന ട്രബിൾഡായ ഒരു സാധനമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളായിട്ടാണ്. അപ്പോൾ ഈ സെൽഫ് കെയർ എന്ന് പറയുന്നത് ഇവർക്ക് മാർഷ്യൽ ആർട്സാണ്, അല്ലെങ്കിൽ പല തരത്തിലുള്ള പ്രോഫറ്റിക് പ്രാക്ടീസ്, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നതിൽ കൂടിയാണ് ഈ സെൽഫ് കെയർ ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ ഇന്നത്തെ ഇപ്പോൾ ഒരു സൈക്യാട്രിസ്റ്റിന് അടുത്ത് പോയിട്ട് ഞാൻ എന്താണെന്ന് മനസ്സിലാക്കിക്കൂടെ. അപ്പോൾ ഈ സെൽഫ് കെയർ ഇങ്ങനെ ചരിത്രത്തിൽ കൂടെ മാറുന്നുണ്ട്. അപ്പോൾ ദേവിക്ക് ഇന്നലെ പറഞ്ഞൊരു കാര്യം, ഇതിൻ്റെ ഈ കെയറിൻ്റെ തന്നെ പല പാരഡൈംസും റിലീജിയനിലും ഒക്കെയാണ്. അത് നമുക്ക് നോക്കാൻ പറ്റുമോ, അതിൽ നിന്ന് നമുക്ക് എന്താണ്. ഇപ്പോൾ നമ്മുടെ ശശിയുടെയൊക്കെ വർക്കുണ്ട്, നമ്മുടെ പുസ്തകം കളരിയാവരെ എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ബുദ്ധിസ്റ്റ് ട്രഡീഷനിലുള്ള മെഡിക്കൽ പ്രാക്ടീസിനെ പറ്റി ഇപ്പം നമുക്ക് അവൈലബിളാണ് അതിനെപ്പറ്റിയുള്ള. അതുപോലെ തന്നെ ക്രിസ്ത്യൻ പ്രാക്ടീസിലുള്ളതും ഉള്ള. ഇതൊന്നൊരു ഈ നമ്മൾ സാധാരണ പറഞ്ഞാൽ ഇവർക്ക് ദൈവത്തെ പേടിയായതുകൊണ്ട് ഇവർ കെയർ ചെയ്യുന്നു എന്നുള്ളൊരു, അല്ലെങ്കിൽ മദർ തെരേസയൊക്കെ സുമതം പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്. അതിനകത്തൊക്കെ പാർഷ്യൽ ട്രൂത്ത് ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഏതെങ്കിലും തരത്തിൽ അതിനെ any thoughts on this to generally think about so-called nursing എങ്ങനെ വരുന്നുണ്ടാവുക? നമ്മൾ ഫ്ലോറൻസ് നൈറ്റിംഗലിനൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് വരുന്ന ആ തരം നഴ്സിംഗ്. ഈ നഴ്സിംഗ് എനിക്ക് തോന്നുന്ന വലിയൊരു പ്രാക്ടീസ് ആകുന്നത് പബ്ലിക് മെഡിസിൻ്റെ വരവോടുകൂടിയാണ്. അതായത് ഈ ആൾക്കാരെ മുഴുവൻ ചികിത്സിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടാകുന്നത് വാസ്തവത്തിൽ ഈ പബ്ലിക് മെഡിസിൻ്റെ വരവോടുകൂടിയാണ്. അതൊരു 18th യുദ്ധത്തിൻ്റെ ഒപ്പം തന്നെ വേറെ തരം കെയറിങ്ങും കെയറിങ്ങും ഇതിനകത്ത് തന്നെ. അതായത് ഹോസ്പിറ്റൽ അങ്ങനെ തന്നെയുണ്ട്.
മെഡിസിൻ ഇത് ഡെവലപ്പ് ചെയ്യുന്നത് കളരിയായിട്ട് ബന്ധപ്പെട്ട് അത് ഇതുമായിട്ട് ചെയ്യുന്നുണ്ട്. അല്ല, വാസ്തവത്തിൽ കേരളത്തിൽ പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ വലിയ യുദ്ധങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. നമ്മുടെ PK ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ നൂറ്റാണ്ട് യുദ്ധം എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ ആകെ ചെയ്യുന്ന നായർ പടയാളികൾ ദേശാതിർത്തികളിൽ ചെന്ന് അതിർത്തി ദേശത്തേക്ക് കല്ല് വലിച്ചെറിയുകയും പുലഭ്യം പറയുകയും ചെയ്യുമായിരുന്നു. ഇതാണ് ഇവിടുത്തെ ഈ നൂറ്റാണ്ട് യുദ്ധം എന്ന് പറയുന്ന പരിപാടി. അതുകൊണ്ട് വലിയ അതെ. ഇന്നലെ ദേവിക പറയുന്നുണ്ടല്ലോ, കേരള നായർ പടയാളികൾ തലയിലെ പേൻ നോക്കുന്ന ഇതൊക്കെയാണ് നമ്മുടെ ചരിത്രം. വലിയ സാധനമായിട്ടാണ് ഈ എടുക്കുന്നത്. പക്ഷെ ഇത് ഈ തോന്നൽ മനുഷ്യരിൽ ഉണ്ടാക്കുന്നത് ഒരുതരം ഹിംസാത്മകമായിട്ടുള്ള ലോകത്തിൻ്റെ പോക്കിലാണ്. ഇവർ തന്നെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പെണ്ണൂക്കാന്ന് പറഞ്ഞൊരു ഉദാഹരണമായിട്ട് ദേവിക പറയുന്നു. പക്ഷെ ഇവർ ഈ ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റി ഇവർ ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് വിത്ത് കെയർ ആൾസോ. മീൻസ് അത് മറ്റുള്ളവർ എങ്ങനെയാണ് ഒരു പ്രാക്ടീസിനെ പ്രൊജക്റ്റ് ചെയ്യണമെന്നുള്ളതാവില്ല ചിലപ്പോൾ. ഹൗ ദീസ് ബീയിങ്സ് ആർ സബ്ജക്റ്റഡ് ടു ഡ്യൂറിങ് ദെയർ ലൈഫ് റിയാലിറ്റീസ്. അപ്പോൾ അതിലേക്ക് കൊണ്ടുപോകുന്ന എന്തെങ്കിലും നമുക്ക് സാധ്യമാണോ, ലഭ്യമാണോ, പ്രാപ്യമാണോ, അങ്ങനെ പലതും ഉണ്ടായില്ല. അങ്ങനെയാണ് ഈ കെയറിൻ്റെ ഒരു ഇതിൽ ഹൈപ്പോത്തിസൈസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കെയറിനെ നമുക്ക് ആസ് എ പ്രാക്ടീസ് അല്ലെങ്കിൽ ഇപ്പോൾ ഹിസ്റ്ററി ഓഫ് സോക്കാൾ കെയർ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അതിൻ്റെ ഒരു നോളജ് ഓറിയൻറ്റേഷൻസ് നിലനിൽക്കെ തന്നെ how was it going on by and through them during their life and how these Buddhists were practicing it. പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു റിപ്പോർട്ട് മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ. ഞാൻ അനവസരത്തിലാണോ ഇൻ്റർവ്യൂ? അല്ല, അതിൻ്റെ ഫ്ലോ പോയോ? അല്ല, അപ്പോൾ ഇറ്റ്സ് ഓക്കെ. അല്ല, എന്നാലും എന്തോ പറയാൻ വെച്ചിട്ടുണ്ടാവുമല്ലോ ചിലപ്പോൾ. അപ്പം അത് എങ്ങനെയാണ് എന്നുവെച്ചാൽ ഇതിൻ്റെ ഒരു എന്താണെന്നുള്ള റിപ്പോർട്ടിംഗ് പലപ്പോഴും ചരിത്രത്തിലൂടെ നടക്കുന്നുണ്ട്. പ്രൊജക്ഷൻസ് എന്താണെന്നുള്ളത് പലപ്പോഴും പല തരത്തിലുള്ള ചരിത്ര പ്രവർത്തകരും നൽകുന്നുണ്ട്. പലതരത്തിൽ നമുക്കത് ലഭ്യമാണ്. പക്ഷേ അതെങ്ങനെയായിരുന്നു അന്ന് ആ കോണ്ടെക്സ്റ്റിൽ അതാത് ജീവികളിലൂടെ നടന്നത്, അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്നതിന് ഇപ്പോൾ കെയറിൻ്റെ ഒരു പ്രാക്ടീസ് അങ്ങനെ നടക്കുന്നതിന് സാധ്യത ഉണ്ടാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ഒരാളെന്നുള്ള നിലയ്ക്കല്ല, ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്കേ അല്ല അത് ഞാനിപ്പോൾ പറയുമ്പോൾ ആലോചിക്കുന്നത്. അതേസമയം മനുഷ്യരിൽ ഈ കളക്ടിവിറ്റി ഓറിയൻറ്റേഷൻ ഉണ്ട് താനും. അതൊരു സോക്കാൾഡ് മറ്റേ സ്പീഷീസ് ക്യാരക്ടറാണല്ലോ ഈ കളക്ടിവിറ്റി ഓറിയൻറ്റേഷൻ. അതൊരു ഗ്രിഗോറിയസ്നെസ് ഉള്ള ഒരു ജീവി എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് നമ്മൾ കെയറിനെ പറ്റി ഇത്രയും ആകാംക്ഷപ്പെടേണ്ടിയും വരുന്നത്. അല്ലാത്തടത്തോളം ഇത് ചെയ്യുന്നു, പോകുന്നു, ജീവികൾ ജീവിക്കുന്നു. ദീസ് ബീയിങ്സ് ആർ, ദോസ് ലിവിങ് ബീയിങ്സ് ആർ ആൾസോ കെയറിങ് എമംഗ് ആൻഡ് ബിറ്റ്വീനും ഉണ്ട്, എമംഗ് ഉണ്ട്. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ why we are thinking about it again and again, why we are reflecting on it, why we are reproducing the realities, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് how it had been happening during those times ഉള്ളതിൻ്റെ ഒരു പ്രസക്തി ഉള്ളൂ. അല്ലാത്തടത്തോളം അതിൻ്റെ റിപ്പോർട്ടിങ്ങിൽ ചിലപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ചിലപ്പോൾ അതൊന്നും നമുക്കൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. അതാണ് ഈ ഇന്നലെ പറഞ്ഞതിൻ്റെ വീണ്ടും ആലോചിക്കുമ്പോൾ പലപ്പോഴും ഈ പടയാളികൾ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്ന ഈ വലിയ വലിയ സംഭവങ്ങൾക്കൊക്കെ പകരം ആ ഒരു ദൃശ്യം നമ്മുടെ തലയിൽ കൊണ്ടുവരുന്നത് അവർ ഏതൊക്കെയോ രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. അപ്പം കെയർ ആസ് എ പ്രാക്ടീസ് എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ ഹിസ്റ്റോറിസൈസിങ് എലിമെൻ്റ് അവിടെ ഉണ്ടായിരിക്കെ തന്നെ അതിൻ്റെ പൊളിറ്റിക്കാലിറ്റി എന്തായിരുന്നു എന്നുള്ളത് വിൽ ഹാവ് ടു സീക്ക് അഗെയിൻ. അത് കിട്ടുമോയെന്ന് അറിയില്ല. നമ്മളുടെ തന്നെ ജീവിതത്തെ കൂടി അത് പ്രോബ്ലമാറ്റൈസ് ചെയ്തുകൊണ്ട് വേണ്ടി വരും ചെയ്യാൻ. അത് നമ്മൾ ഇനി രണ്ടും ഉണ്ടെന്ന് തോന്നുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് കെയർ എന്ന് ചോദിക്കുക, രണ്ട് എങ്ങനെയാണ് കെയർ നമ്മുടെ ചരിത്രത്തിൽ കൂടെ വന്നു എന്നുള്ളത് നോക്കുക. ഇത് രണ്ട് നമ്മളൊരു കോൺഫ്ലിക്റ്റ് നമ്മൾ ഉണ്ടാവരുമെന്ന് എനിക്ക്. ഒന്നാമത് അതായത് കെയർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്,
മനുഷ്യൻ്റെ സത്തയുടെ അടിസ്ഥാനപരമായി അതിങ്ങനെ പല കാര്യങ്ങളിലൂടെ ഇങ്ങനെ വരുന്നു എന്ന് പറയുന്നത് ചിലപ്പോൾ അതുപോലെ തന്നെ ചിലർക്ക് പറയുന്നത് ചരിത്രം മാത്രമേ ഉള്ളൂ, ചരിത്രം കൂടെ മാറി മാറി പോയി. അല്ലാതെ കെയർ എന്ന് പറഞ്ഞൊരു ഫിലോസഫി നമ്മൾ ഇന്നലെ ആ ഡിസ്കഷൻ അത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. മറിച്ച് ഇങ്ങനെ വരുന്ന ഫോമുകളിലൊക്കെ ഉള്ളത് കെയർ എന്നൊരു വാക്കുണ്ട്, ആ വാക്ക് ഇങ്ങനെ കിടന്ന് കളിക്കുന്നു, അതിൻ്റെ പല തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷനുണ്ട്. എനിക്കൊന്ന് രണ്ടും പാർഷ്യൽ ഇതായിരിക്കും. കാരണം അല്ല, എനിക്ക് അത് എന്നെ സംബന്ധിച്ചോളം ഞാൻ കെയറിനെ പറ്റി പഠിക്കുന്നത് എനിക്കിപ്പോൾ ഒരു കണ്ടംപററി പൊളിറ്റിക്കൽ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അവിടെ നമുക്ക് വേണ്ടത് ഒന്ന് ഈ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചേഞ്ചുകളിൽ കൂടെ നമ്മളൊരു എന്താണ് കെയർ എന്നുള്ളത് നമ്മൾ ആൻസർ ചെയ്യും. അത് നമ്മൾ മനുഷ്യനിലുള്ള ഏതോ ഒരു ചോദന അറിയാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഈ പ്രാക്ടീസസിൻ്റെ ഒരു സ്ട്രക്ചറിലൂടെ ഞാൻ പുതിയ കാര്യങ്ങളെ എങ്ങനെ കാണുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ചോദിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ ഇമ്മീഡിയസിയുടെ ചോദ്യം. പക്ഷെ അത് വേണമെങ്കിൽ നമുക്ക് ഈ പ്രാക്ടീസസിൻ്റെ ഹിസ്റ്ററി അറിയണം, അതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മളിപ്പോൾ, അതായത് മോഡേൺ, ഇപ്പോൾ നമ്മൾ തെറാപ്യൂട്ടിക് കെയർ എടുത്ത് ഈ കെയറിന് ഇത്രമാത്രം പ്രാധാന്യമുള്ളൊരു സമയം ചിലപ്പോൾ ഹ്യൂമൻ ഹിസ്റ്ററിയിൽ ഉണ്ടായിരിക്കത്തില്ല, മറിച്ച് ഏറ്റവും ബ്രൂട്ടലായ ഒരു സമയമാണിത്. ആ ഒരു പസിൽ നമ്മൾ വരുമ്പോഴാണ് ഇപ്പോൾ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ് മെഡിക്കൽ സയൻസ് ഹെൽത്ത് കെയറായി മാറുമ്പോഴാണ് വാസ്തവത്തിൽ കെയറിൻ്റെ ഏറ്റവും പവർ ഏറ്റെടുക്കുന്ന ബയോപൊളിറ്റിക്സ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിലാണ് നമ്മൾ പിന്നെ ആ കെയർ എന്ന് പറഞ്ഞ് നമ്മൾ ആലോചിക്കുകയും പല റിലീജിയസ് ട്രഡീഷനിൽ പോവുകയും അവിടെയുള്ള പല പാറ്റേൺസ് ഉണ്ടാകുകയും ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന അല്ലാത്തൊരു പാറ്റേൺ എന്താണെന്ന് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോഴാണ് അത് പ്രസക്തമായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും കെയറിനെ പറ്റിയുള്ളത് ഒരേ സമയം ഇങ്ങനത്തെ ഇൻഡിവിജ്വൽ പ്രധാനമായിട്ടുള്ള ഈ കമ്പാഷൻ ഇതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുകയും അതേസമയം ഈ സാധനം എങ്ങനെയാണ് പലതരത്തിലുള്ള പ്രാക്ടീസസിൽ കൂടെ വരുന്നത്. ഇന്നിപ്പോഴാണ് ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ തെറാപ്പിക്ക് അപ്പുറത്തുള്ള പ്രാക്ടീസസ് ഉണ്ട്. ഇപ്പം ഹൗസ് മെയ്ഡ്സിൻ്റെ പ്രാക്ടീസ്, അല്ലെങ്കിൽ ചൈൽഡ് കെയറിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ പൊല്യൂഷനെതിരായി ഇപ്പോൾ സേഫ്റ്റി, റോഡ് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു കെയറിങ് പ്രാക്ടീസായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ എല്ലായിടത്തും സർവൈലൻസ് ക്യാമറ. ഞാൻ IIT-യിൽ ക്ലാസ്സുകളിൽ സർവൈലൻസ് ക്യാമറ വെച്ചപ്പോൾ ഞാൻ പോയി ഡീനിനോട് പരാതി പറഞ്ഞപ്പോൾ ഡീൻ പറഞ്ഞത് കമ്പ്യൂട്ടർ സയൻസിലെ ഒരു കോർ കോഴ്സ് എക്സാമിന് ഇൻവിജിലേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ലേഡി ഇൻവിജിലേറ്ററെ ഒരു സ്റ്റുഡൻറ്റ് ത്രട്ടൻ ചെയ്ത് അവരുടെ കോപ്പി അടി പിടിച്ചപ്പം നിങ്ങളെ പുറത്ത് വെച്ച് കൊന്നു കളയുമെന്ന്. ഇത് പിടിക്കാൻ പറ്റിയത് ദർ വാസ് എ surveillance camera recording of that conversation. The audio is not there, but at least there was a long conversation. അപ്പോൾ നമ്മൾ വലിയ ത്രട്ടനിങ് സർവൈലൻസ് ആണെന്ന് കണ്ട സാധനത്തിന് ഭയങ്കര കെയറിങ് ആയ ഒരു റോളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇങ്ങനത്തെ അംബിഗ്വസ് ആയിട്ടുള്ള ഇത് വരുമ്പോഴാണ് നമ്മളിതിനെപ്പറ്റി ആലോചിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇന്നലെ രവി പറഞ്ഞ മറ്റൊരു എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത് ഈ നമ്മൾ കെയറിനെ പഠിക്കും, നമ്മൾ എമ്പതി എന്ന് പറഞ്ഞ് പഠിക്കും. പക്ഷേ കെയറിനെ പഠിക്കാൻ ഏറ്റവും നല്ല സാധനം ഡിസ്ഗസ്റ്റാണ്. കാരണം ഇത് രണ്ടും നമ്മുടെ ഒരു ബോഡിയുടെ സർഫസിൽ നടക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് രണ്ടും ഒരേ പൊട്ടൻഷ്യൽ നിൽക്കുന്ന ഒരു സാധനമാണ്. ഒരേ സമയം ഡിസ്ഗസ്റ്റ് മറ്റൊരാളിൽ നിന്ന് മാറി നിൽക്കുകയും മറ്റേത് കെയർ എടുക്കാൻ പറ്റുകയും. പലപ്പോഴും നമുക്ക് കെയർ എടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളോട് ഡിസ്ഗസ്റ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ വേറൊരു കാര്യം, ഡിസ്ഗസ്റ്റിനോട് നമുക്ക് നമ്മുടെ അറ്റൻറ്റീവിൻ്റെ ഒരു പ്രധാന സാധനം നമ്മൾ ഡിസ്ഗസ്റ്റിംഗ് ആയ സാധനങ്ങളെ ഒന്നും കൂടെ നോക്കും അല്ലേ? ഇതില്ലേ, ഡിസ്ഗസ്റ്റിംഗ് ആയ സാധനങ്ങളെ നമ്മൾ ഓടിപ്പോയാൽ നമ്മൾ ഒന്നും കൂടെ തിരിഞ്ഞ് നോക്കും. അതൊരു ഹ്യൂമൻ ടെൻഡൻസിയാണ്. പല ആർട്ട് വർക്കുകളും പിന്നീട് എടുത്തിട്ടുള്ള. ഒന്നാമത് ആർട്ട് എന്ന് പറയുന്നത് തന്നെ ഡിസ്ഗസ്റ്റിംഗ് സാധനങ്ങളെ ബ്യൂട്ടിഫുള്ളായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നൊരു സാധനമാണ് ആർട്ട്. മറ്റേ റംബ്രാൻ്റെ ബുച്ചറിയൊക്കെ ഭയങ്കര ഒരു ബീഫിൻ്റെ ശരീരം വലിച്ചു പറിച്ചിട്ടിരിക്കുന്നത് ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്. ആ ട്രാൻസ്ഫോർമേഷൻ മോഡേൺ ആർട്ട് നടത്തുന്നുണ്ട്. പക്ഷേ അതേപോലെ തന്നെ നമ്മുടെ ലൈഫിലും ഈ ഡിസ്ഗസ്റ്റിംഗ് സാധനങ്ങളെ ഒന്നും കൂടെ നോക്കുന്ന ഒരു പ്രാക്ടീസ്. ഇപ്പോൾ കെയർ വാസ്തവത്തിൽ അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്. നമ്മൾ ഡിസ്ഗസ്റ്റ് എന്നൊരു സാധനത്തിന് വിട്ടുകളയുന്നില്ല, അതിനെക്കൂടെ ഒന്നും കൂടെ നോക്കാനുള്ള ഒരു ത്വര നമ്മളിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ
ഒരു എസൻസിനെ തപ്പിപ്പോകുമ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഇതിൻ്റെ ഒരു ഫിനോമിനോളജിക്കൽ ഇത്. അത് നമ്മൾ സർക്കുലേറ്റ് ചെയ്ത റീഡിങ്ങിനകത്ത് ഒരു കെയറിങ് ഡെമോക്രസി എന്ന് പറഞ്ഞൊരു ജോയാൻ ട്രോൺട്ടോ, കെയറിങ് ആൻഡ് ഡെമോക്രസി. കാരണം അതൊരു ഈ കെയറിങ്ങിനെ ഒരു പ്രാക്ടീസായി കാണുന്ന ഒരു വർക്കിൽ ഒരു എനിക്ക് സിഗ്നിഫിക്കൻ്റ് ആയി തോന്നിയിട്ടുള്ള കാര്യം. കാരണം അയാൾ പറയുന്നൊരു കാര്യം, നമ്മൾ സാധാരണ ഡെമോക്രസിയെ പറ്റി ആലോചിക്കുന്നത് റൈറ്റ്സ്, ആൾക്കാരുടെ റൈറ്റ്സ്, പിന്നെ ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ, പിന്നെ റെപ്രസെൻറ്റേഷൻ, പിന്നെ പ്രൊസീജിയേഴ്സ്. ഇതിങ്ങനെയാണ് നമ്മളെപ്പോഴും ഇതിനെ കാണുന്നത്. ഇപ്പോൾ ഇപ്പോൾ റിസർവേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു കെയറിങ് സോഷ്യൽ ഡെമോക്രസിയാണ് കെയറിങ് ജസ്റ്റർ ആണെങ്കിൽ അത് വാസ്തവത്തിൽ കീഴ്ജാതിക്കാരോടുള്ള നമ്മുടെ കെയർ അല്ല അത്. കാരണം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ആക്കാമല്ലോ. കാരണം ഇത് ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്, അവരെ നമ്മൾ സഹായിക്കണം എന്ന് പറഞ്ഞു പോവുക. അപ്പോൾ നമുക്കതിനെ കെയറായിട്ട് കാണാം. മറിച്ച് റിസർവേഷൻ അങ്ങനെയല്ലല്ലോ. റിസർവേഷൻ എന്ന് പറയുന്നത് അതിനെ ഒരു നീതിയുടെ പ്രശ്നമായിട്ട് കണ്ടിട്ട് പ്രൊസീജിയറലാക്കും. നിങ്ങൾക്ക് കീഴ്ജാതിക്കാരുടെ കരുണയുണ്ടോ എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. ദർ ആർ സം പ്രൊസീജിയറാലിറ്റീസ് ത്രൂ വിച്ച് ദ സ്ട്രക്ചറൽ ഇൻഇക്വാലിറ്റി വിൽ ബി ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ പുള്ളി പറയുന്നത് ഇതിന് വെളിയിൽ നമ്മൾ നീതിയുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് നമുക്ക് കെയർ ഉണ്ടാകും. അതായത് ഈ സെറ്റിന് പുറത്ത് നമ്മൾ ആലോചിക്കണം. നമ്മൾ സമൂഹത്തിൽ വളർന്നവരായിട്ടുള്ളവരോട് ഈ നമ്മുടെ റൈറ്റ്സും പാർട്ടിസിപ്പേഷനും റെപ്രസെൻറ്റേഷനും പ്രൊസീജിയറാലിറ്റിക്കും വെളിയിൽ ആലോചിക്കുമ്പോഴാണ് നമുക്ക് അപ്പോൾ അയാളുടെ ഒരു ഡെഫിനിഷനുണ്ട്. എവറിതിങ് വി ഡു ടു മെയിൻറ്റെയിൻ, കണ്ടിന്യൂ ആൻഡ് റിപ്പയർ അവർ വേൾഡ് സോ ദാറ്റ് വി ക്യാൻ ലിവ് ഇൻ ഇറ്റ് ആസ് വെൽ ആസ് പോസിബിൾ. പക്ഷെ അതിൻ്റെ കൺസർവേറ്റിസം ഭയങ്കര രസമാണ്. എവറിതിങ് വി ഡു ടു മെയിൻറ്റെയിൻ, കണ്ടിന്യൂ ആൻഡ് റിപ്പയർ. ഇത് നമുക്ക് അക്സെപ്റ്റബിൾ ആണോ എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചോളം പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ റെവല്യൂഷനാണല്ലോ. അനീതി മുഴുവൻ അടിച്ച് തകർത്ത് വേറൊരു പുതിയ സാധനം സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ഏട് പറയുന്നത് അതല്ല കെയർ എന്ന് പറയുന്നത് ഇതിനകത്ത് ഇതിനെ ചില സാധനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് റിപ്പയർ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സെൻസിറ്റിവിറ്റി നമ്മുടെ പൊളിറ്റിക്സിൽ കൊണ്ടുവരുന്നതാണ്. അത് നമ്മളെ സംബന്ധിച്ചോളം അത് കൺസർവേറ്റീവാണ്. അപ്പോൾ കെയറിനോടുള്ള ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഒബ്ജക്ഷൻ കെയർ എന്ന് പറയുന്നത് ഇപ്പം നിൽക്കുന്ന ചില സാധനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള അത് അസമത്വങ്ങൾ അതുകൊണ്ടാണ് സ്ത്രീകളുടെ കെയറിനെ പറ്റി നമ്മളിപ്പോഴും പറയുന്നത്. സ്ത്രീകളുടെ ഈ കെയറുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും വൾണറബിളായിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇപ്പോൾ ആദ്യ സ്ത്രീകൾ, പിന്നെ സ്ത്രീകളുടെ വർക്ക് ഫോഴ്സ് ചേർന്ന് കഴിയുമ്പോൾ എല്ലായിടത്തും യൂറോപ്പിലൊക്കെ മറ്റേ ദരിദ്ര രാജ്യങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ വന്ന് അവരുടെ കുട്ടികളെ നോക്കും. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ അതിഥി തൊഴിലാളികൾ വന്ന് നോക്കും. ഇങ്ങനെ വൾണറബിളായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ഈ സ്ലേവറി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സാധനമാണ് കെയർ. അപ്പോൾ അതിന് വെളിയിൽ നമ്മളെങ്ങനെ ഇതിനെ ഇമാജിൻ ചെയ്യാൻ. അതുപോലെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സാധനം പുള്ളി 5 തരത്തിലുള്ള കെയറിനെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് കെയറിങ് എബൌട്ട്. കെയറിങ് എബൌട്ട് എന്ന് പറയുന്ന ഒരാൾക്കിടെ അയാൾക്ക് ചില സാധനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ കാല് മേലെ അതൊരു പ്രായമായ ഒരു രോഗിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അപ്പോൾ യു കെയർ എബൌട്ട് സംതിങ്. പിന്നെ അപ്പോൾ അതിന് വേണ്ട ഒരു വിർച്യു. അപ്പോൾ ഇതിലൊരു ലിസ്റ്റ് തരുന്നുണ്ട് ചില സാധനങ്ങളും അതിന് വേണ്ട എബിലിറ്റീസും. അപ്പോൾ ഈ കെയറിങ് എബൌട്ടിൻ്റെ ഒരു സാധനമാണ് അറ്റൻറ്റീവ്നെസ്. അയാൾക്ക് എന്താണ് ഇല്ലാത്തതെന്ന് നമുക്ക് അറിയാൻ പറ്റണം. അയാളുടെ നീഡ്സിനോടാണ്. മറ്റേന്ന് പറഞ്ഞാൽ ടേക്കിംഗ് കെയർ ഓഫ്. അത് നമ്മൾ അത് അസ്യൂം ചെയ്യാണ്. ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കെയർ എടുക്കാൻ ഞാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അത് ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മുടെ വരുന്നത് റെസ്പോൺസിബിലിറ്റിയാണ്. യു അസ്യൂം റെസ്പോൺസിബിലിറ്റി ഫോർ സംബഡി.
മറ്റത് കെയർ ഗിവിങ്. അതാണ് ആക്ച്വൽ നമ്മുടെ നേഴ്സുകളും ഒക്കെ ചെയ്യുന്നത്. അതൊരു കോമ്പീറ്റൻസിൻ്റെ പ്രശ്നമാണ്. അത് നിങ്ങൾക്ക് കോമ്പീറ്റൻസ് വേണം. മറ്റത് കെയർ റിസീവിങ്. കെയർ റിസീവിങ് എന്ന് പറയുന്നത് ഈ കെയർ വാങ്ങിക്കുന്നയാളുടെയാണ്. അപ്പോൾ അയാളുടെ ഒരു ക്വാളിറ്റി ആയിട്ട് വരുന്ന റെസ്പോൺസീവ്നെസ്, അത് കിട്ടുന്ന കെയറിനൊരു റെസ്പോൺസീവ്നെസ് ഉണ്ടാവണം, അല്ലെങ്കിൽ കെയർ ഗിവിങ്. പിന്നെ പറയുന്നതാണ് കെയറിങ് വിത്ത്, അതായത് നമ്മളൊരു കളക്റ്റീവായിട്ട് നടത്തുന്ന കെയറിങ് പ്രാക്ടീസ്. ഇതാണ് പലപ്പോഴും റിലീജിയനിലും ഒക്കെയുള്ളത്. അതിൻ്റെ ഒരു വാല്യൂ ആയിട്ട് ക്വാളിറ്റി ആയിട്ട് പറയുന്നതാണ് സോളിഡാരിറ്റി. ഇത് നമ്മൾ ഈ പലപ്പോഴും നമ്മുടെ ഈ റിലീജിയനിലുള്ള ഫുഡ് പ്രാക്ടീസസ്, അതും മോഡേൺ റേഷൻ സിസ്റ്റവും ഇപ്പോൾ പട്ടിണിയെ എങ്ങനെയാണ്, ഇപ്പോൾ ഈ കുംഭമേളയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ കുംഭമേളയ്ക്കൊക്കെ കോടിക്കണക്കിന് ആൾക്കാരാണ് വരുന്നത്. ഇവിടുത്തെ മറ്റേ ഇതല്ല സിന്തറ്റിക് കുംഭമേളയല്ല, ശരിക്കുള്ള കുംഭമേളയ്ക്ക് കോടിക്കണക്കിനാണ്. ഒരു മനുഷ്യൻ പോലും ഇവിടെ പട്ടിണി കിടക്കുന്നില്ല. ഇതാരും ആരെയും പിറ്റിയും അങ്ങനത്തെ ഒരു കമ്പാഷനൊന്നുമില്ല. ആൾക്കാർ ചുമ്മാ ഭക്ഷണം ഉണ്ടാക്കി അങ്ങ് അവിടെ കൊണ്ടുപോയി കൊടുക്കുക ചെയ്യുന്നു. പിന്നെ നമുക്ക് ഉടനെ ഇവർ ദൈവഭക്തിയാണ്, ഇവർക്ക് വേറെ അതിനപ്പുറത്തുള്ള ആഗ്രഹമുണ്ട്. ഇതിങ്ങനത്തെ ഈ സോഷ്യൽ സയൻസിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് ഇങ്ങനത്തെ എക്സ്പ്ലനേഷൻ കൊണ്ടുവരുന്നത്. ഒന്ന് ഇപ്പം റിലീജിയൻ എന്ന് പറഞ്ഞാൽ അസ്ട്രോളജി എന്താണെന്ന് ചോദിച്ചാൽ പറയും, അസ്ട്രോളജി എന്നത് മനുഷ്യൻ എപ്പോഴും ഒരു സയൻറ്റിഫിക് മനുഷ്യൻ്റെ സ്വഭാവത്തിലുള്ള എക്സ്പ്ലനേഷൻ. പണ്ടുള്ള ആൾക്കാർ വിഡ്ഢികളായതുകൊണ്ട് അവർ കണ്ടുപിടിച്ച ചില മിത്തിക്കൽ എക്സ്പ്ലനേഷനാണിത്. അത് അന്നും വർക്ക് ചെയ്തൊന്നുമില്ല. ഇപ്പോൾ ശാസ്ത്രം വന്നതോടുകൂടി അതല്ല വേറെ, ഇതൊരു ഫെയിൽഡ് സയൻസാണ് അസ്ട്രോളജി. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറേ പ്രാക്ടീസസിനെ കാണാം ഇങ്ങനെ ഫെയിൽഡ്. അതുപോലെ തന്നെ റിലീജിയൻ എന്ന് പറയുന്നത് അതൊന്നുമല്ല, ഇവർക്ക് കെയറും ഒന്നുമല്ല. ഇവരെന്തോ റിലീജിയസ് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇവരെയൊക്കെ നോക്കണം. പക്ഷെ നമ്മൾ വാസ്തവത്തിൽ ഇന്ത്യയിലേക്കുള്ള മാസീവ് ഫുഡ് കെയറിങ് പ്രാക്ടീസസ് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ഇല്യൂഷണി ബേസ്ഡ് ആണെങ്കിൽ പിന്നെ ഇല്യൂഷനാണ് നല്ലതെന്ന് നമുക്ക് തോന്നുന്നു. അത് ഇല്യൂഷൻ ഇസ് ടു ഫ്രജൈൽ എ കാറ്റഗറി ടു എക്സ്പ്ലെയിൻ ഇറ്റ്സ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇത് നമ്മുടെ ഇതെല്ലാം ആസ്ട്രോളജി എടുത്താലും മെഡീവിയൽ ടൈംസിലെ കണ്ടുള്ള വാസ്റ്റ് സ്കോളർലി റിസർച്ച് ഇൻ astronomy along with astrology. It's not that anybody is under any illusion. നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ കല്യാണത്തിന് സമയത്ത് ജാതകം നോക്കുന്ന പരിപാടിയൊന്നുമല്ല അവർ ചെയ്തുകൊണ്ടിരുന്നത്. വെച്ചാൽ ഇൻഫാക്ട് they were not even interested in predicting future. അല്ലാതെ പല പ്രാക്ടീസസും ഇതാണ്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരുപാട് പ്രാക്ടീസസിൻ്റെ അതിൽ വർക്ക് ചെയ്ത് എന്താണെന്ന് കണ്ടുപിടിക്കുക. നമ്മൾ ഫോൾസ് സോഷ്യൽ സയൻസ് എക്സ്പ്ലനേഷൻ കൊണ്ടുവരാതെ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ വർക്കാണോ കൂടുതൽ ഇപ്പോൾ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ചില കാസ്റ്റിന് കൂടുതൽ കൊടുക്കുന്നത്? ഇപ്പോൾ അച്ഛനും ഒരു വീട്ടിൽ ഫാദറും കെയർ ചെയ്യുന്നുണ്ട്, പക്ഷെ ചിലപ്പോൾ ജോലിക്ക് പോയിട്ട് കാശുണ്ടാക്കുന്ന കെയറിങ് അങ്ങനെ ടൈപ്പായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു ടേക്കിംഗ് കെയർ ഓഫ് പോലെ ആയിരിക്കും തോന്നുന്നു. പക്ഷേ ഫിസിക്കൽ പ്രോക്സിമിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസ്ഗസ്റ്റ് വരാൻ സാധ്യതയുള്ള വർക്കാണ് സ്ത്രീകൾക്ക് കൊടുക്കുന്നത്. അത് ചീപ്പറുമാണ്. അപ്പം അങ്ങനെ ഒരു കാരണം കൊണ്ടായിരിക്കുമോ? അല്ലെങ്കിൽ മറ്റേ ചില കാസ്റ്റ് ചെയ്ത ജോലികൾ, നമ്മുടെ ലോവർ കാസ്റ്റിന് കൊടുത്തിരുന്ന ആദ്യത്തെ ജോലികൾ എന്നൊക്കെ പറയുന്നത് കുറച്ച് ഡിസ്ഗസ്റ്റ് ഉള്ളതാണ്. മറ്റേത് അവരതിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് പോയതാവാം. അങ്ങനെ എങ്ങനെയാണ് നമ്മൾ ഡിസ്കഷനെ പറ്റി നമ്മൾ സാധാരണ ഡിസ്കസ് എന്ന് പറയുന്നത് നമ്മൾ ചില കാര്യങ്ങൾ നീചമാണെന്ന് ആദ്യം തീരുമാനിക്കും, എന്നിട്ട് അതിനെ അവോയ്ഡ് ചെയ്യുന്നതാണ് ഡിസ്കസ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഡിസ്കസ്റ്റും കെയറിങ്ങും തമ്മിലൊരു പ്രോക്സിമിറ്റി ബോഡിയുടെ അതിൽ കണ്ടു കഴിയുമ്പോൾ വാസ്തവത്തിൽ ഡിസ്കസ്റ്റിൽ കൂടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ ചീത്തയാണെന്ന് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അല്ല അതിന് മുമ്പ് നിൽക്കുന്ന ഒരു ലോവർ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ശരീരങ്ങൾ വൃത്തികേടാണെന്ന് കണ്ടിട്ട് ഉണ്ടാകുന്ന ഒരു റെസ്പോൺസ് അല്ല, ആയിരിക്കണമെന്നില്ല. പക്ഷേ ഡിസ്കസ് എന്ന് പറയുന്നത് ഈ ലോവർ കാസ്റ്റ് ശരീരങ്ങളെ ചില പ്രശ്നങ്ങളിൽ ചെന്ന് നിർത്തുന്ന ഒരു പ്രാക്ടീസിൻ്റെ പേരായിരിക്കും. നമ്മൾ ആദ്യം കാണുന്ന ഡിസ്കസ് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ തോന്നുന്നൊരു കാര്യമാണ്, അപ്പോൾ അതിന് പുറത്തൊരു റീസൺ വേണം. പക്ഷേ ഈ ഡിസ്ഗസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ സമൂഹപരമായിട്ട് ചെയ്യുന്നൊരു സാധനമാണ്. അത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു സാധനമല്ലായിരിക്കും, നമ്മൾ പുറത്ത് ചെയ്യുന്ന ഒരു. അതുകൊണ്ടാണ് ഇപ്പോൾ
എക്സ്ക്രീറ്റഡ് ഡിസ്ഗസ്റ്റിംഗ് ആയിട്ട് കാണുന്നത് എല്ലാ ഹ്യൂമൻ സൊസൈറ്റിയിലും ഉണ്ടായിരിക്കും. എന്തുവാണ് ഇതിനകത്ത് ഇത്ര വലിയ ഇത്? ഇപ്പോൾ വാസ്തവത്തിൽ ഈ നമ്മുടെ വീടിനോടുള്ള അറ്റാച്ച്ഡ് കക്കൂസുകൾ വന്ന സമയത്ത് ഇന്ത്യയിലൊക്കെയുള്ള പ്രൊട്ടസ്റ്റ് ഭയങ്കരമാണ്. ആൾക്കാർക്ക് അത് ആലോചിക്കാൻ പോലും പറ്റില്ല. പക്ഷെ ഇപ്പം നമുക്കുണ്ടല്ലോ. പക്ഷെ ഇത് സംഗതി ഇത് ശരിയല്ല എന്നുള്ളത് ഒരു എല്ലാ കൾച്ചേഴ്സും ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. അതിനെ പിന്നെ അതിൻ്റെ പ്രോക്സിമിറ്റിക്കും ഒക്കെയുള്ള നെഗോഷിയേറ്റീവായിരിക്കും. അപ്പോൾ സം ഓഫ് ദീസ് ടാബൂസ് ആർ ഫാർ മോർ ഡീപ്പർ. ഇപ്പോൾ ഇൻസെസ്റ്റിനോടുള്ള ടാബു ഇത് നമ്മൾ നോക്കുമ്പോൾ ഇതൊരു യൂണിവേഴ്സൽ, ഇത് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ പോലൊരു സാധനമാണ്. എല്ലാ കൾച്ചേഴ്സും ഇതൊരു പ്രശ്നമാണ്. പക്ഷേ അത് മറ്റേ അമ്മാവൻ്റെ മകളെ കല്യാണം കഴിച്ചാൽ ഇൻസെസ്റ്റ് ഇല്ല, ആറ്റാരെ കഴിച്ചാൽ അതിലൊക്കെ മാറ്റങ്ങൾ വരും. പക്ഷേ ഇതിൽ എന്തോ ഒരു പ്രശ്നം ഇത് കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഇതിനെ നമ്മൾ കറക്റ്റായിട്ട് പഠിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഒരു വികാരമാണ് ഹേറ്റ്രഡ്. ഇന്നിപ്പോൾ നമ്മുടെ പൊളിറ്റിക്സിന് വലിയൊരു കാര്യം, ഹൗ ഡു യു തിങ്ക് അബൌട്ട് ദ പൊളിറ്റിക്സ് ഓഫ് ഹെയ്റ്റ്, പൊളിറ്റിക്സ് ഓഫ് ഡിസ്ഗസ്റ്റ്? അതൊന്നുമില്ല. നമുക്ക് പറയുന്നത് വെച്ചാൽ ഹെയ്റ്റ് ഉണ്ടാവാനേ പാടില്ല. ദർ ക്യാൻ ഓൺലി ബി എ പൊളിറ്റിക്സ് ഓഫ് ലവ്, ദർ ക്യാൻ ഓൺലി ബി എ പൊളിറ്റിക്സ് ഓഫ് കെയർ. പക്ഷേ അപ്പം നമ്മൾ കാണുന്നത് ഈസ് ദർ എ പൊളിറ്റിക്സ് ഓഫ് ഡിസ്ഗസ്റ്റ്. നമ്മൾ അങ്ങനെയല്ല, ഡിസ്ഗസ്റ്റിൽ കൂടെ നടക്കുന്ന, അതായത് ആൾക്കാർ മറ്റൊരു ശരീരവുമായിട്ട് തോന്നുന്നുള്ള അകലത്തിൽ കൂടെ ഇവിടെ വർക്ക് ചെയ്യുന്നൊരു പൊളിറ്റിക്സ് ഉണ്ട് നമ്മൾ കാണുന്ന. പക്ഷേ അതൊരു നെഗറ്റീവ് പൊളിറ്റിക്സാണ്, അൺടച്ചബിലിറ്റി. അതുകൊണ്ട് തന്നെ നമുക്ക് വാസ്തവത്തിൽ ഇന്ന് ഹൈജീൻ്റെ പുറത്തുള്ള ഡിസ്ഗസ്റ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഡോക്ടർമാരെ കൈ കഴുകാൻ പഠിപ്പിക്കാൻ എന്ത് പാടുപെട്ടാണ് മെഡിസിൻ്റെ ഹിസ്റ്ററി. കാരണം ഈ 17th സെഞ്ച്വറിയിൽ 18th സെഞ്ച്വറിയിൽ ഇത് ഡോക്ടർമാരെല്ലാ രോഗിയും കഴിഞ്ഞതിന് ശേഷം കൈ കഴുകണം എന്നുള്ളത് ഒരു ഡോക്ടറും വിശ്വസിച്ചില്ല. കൈ കഴുകിയില്ലെങ്കിലൊന്നും ഒരു പ്രശ്നം വരത്തില്ലെന്ന് ഇവർക്കെല്ലാം അറിയാം. പക്ഷെ അതൊരു പ്രാക്ടീസ് ആക്കുന്ന വലിയ ഒരു ശ്രമത്തിൽ കൂടെയാണ് അതൊരു പ്രാക്ടീസ് ആയി മാറുന്നത്. അതുകൊണ്ടാണ് നമ്മളും കൈ കഴുകാൻ തുടങ്ങിയപ്പോഴാണല്ലോ. അതെ, അതുപോലെ തന്നെ ഇത് കോവിഡിന്റെ സമയത്ത് നമ്മുടെ ഡിസ്കഷനെ വേറൊരു ലെവലിലേക്ക് ഇത് മാസ്ക് ഇടുക, അതിടുക, ഇത് സോഷ്യൽ ഡിസ്റ്റൻസിങ്, അങ്ങനെ ഡിസ്കസ്റ്റിംഗ് ഇവിടെ ശരിക്കും കെയർ ആണ്. പക്ഷെ ഇത് ആ കോവിഡിന്റെ സമയത്താണ് കെയർ ചെയ്യുന്നത്. പക്ഷെ ബോഡിയോടുള്ള അകലം പാലിക്കുന്നു. അതൊരു പോസിറ്റീവ് ഇൻസ്റ്റൻസ് ആയിരുന്നു. ഡിസ്ഗസ്റ്റ് നമുക്ക് പോസിറ്റീവായിട്ടൊന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇതുകൊണ്ടാണ് ഇപ്പോൾ കമ്മ്യൂണൽ ഹേറ്റ്രഡിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ ഈ കമ്മ്യൂണൽ ഹേറ്റ്രഡ് എന്ന് പറയുന്നത് അത് ഒരു ഡെഡ് എൻഡാണ്, അത് അൺഅക്സെപ്റ്റബിളാണ്. അത് കഴിഞ്ഞിട്ട് അതിനെ നമുക്ക് ലവ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നുള്ളൂ. മറിച്ച് അതല്ലാതെ ഈ ഹേറ്റ്രഡിന് തന്നെ ഒരു ലൈഫുണ്ടോ, അതിനൊരു പൊളിറ്റിക്കൽ ലൈഫുണ്ടോ, അതിൽ കൂടെ ആൾക്കാർ എങ്ങനെയാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത്? കാരണം അതുകൊണ്ടല്ലോ നമുക്ക് നമ്മളുടെ ഇപ്പോൾ ഒരു വലിയ ക്രിമിനലിനോടോ ഒരു റേപ്പിസ്റ്റിനോടോ നമുക്ക് ഹേറ്റ്രഡ് ഉണ്ട്, മനസ്സിലായി? അത് പക്ഷേ നമ്മൾ പിന്നെ പറയും ഇത് ആ വ്യക്തിയോടല്ല, അയാൾ ചെയ്തതിനോടാണ്, ഇങ്ങനെ നമ്മൾ സ്പിരിച്വലൈസ് ചെയ്യും. പക്ഷെ എന്നാലും ചില സാധനങ്ങൾ ബേസിക് ഹേറ്റ്രഡ് നമുക്കുണ്ട്, അതിൻ്റെ ഒരു പൊളിറ്റിക്സും ഉണ്ട്. അപ്പോൾ ഇത് ഈ കെയറിൻ്റെ പൊളിറ്റിക്സിനെ പറ്റി ആലോചിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ, ഇതിൻ്റെയൊക്കെ പൊളിറ്റിക്സ് ആലോചിക്കാനുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ ഡിസ്ഗസ്റ്റ്. എനിക്ക് അത് ദേവിക ഫോർഗ്രൗണ്ട് ചെയ്ത് വളരെ അതുകൊണ്ടാണ് നമ്മളുടെ അൺടച്ചബിലിറ്റിയുടെ ഹിസ്റ്ററിയൊക്കെ. കാരണം ഈ മലയാളത്തിലൊരു നല്ല രസമുള്ളൊരു നോവലുണ്ട്, ഒരു ദളിത് സാഹിത്യകാരനെ പ്രദീപൻ പാമ്പിരിക്കുന്ന് എരി എന്ന് പറഞ്ഞൊരു നോവൽ. ഇത് കേരളത്തിൽ നമുക്ക് മനസ്സിലാകാത്ത ഒരു കാസ്റ്റ് ഡൈനാമിക്സ് പറയുന്ന ഒരിതാണ്. അപ്പോൾ അതിനകത്ത് ഈ മലബാർ, അപ്പോൾ ഈ എരി എന്ന് പറയുന്ന ഒരു പറയനാണ്. അപ്പോൾ ഇയാൾ പറയാനാണ്, അൺടച്ചബിളാണ്. പക്ഷേ ഇയാൾ ഭയങ്കര കോമ്പീറ്റൻസ് ഉള്ള, മന്ത്രവാദത്തിൽ ഭയങ്കര മിടുക്കനാണ്, അതുപോലെ തന്നെ ആയോധന വിദ്യയിൽ വളരെ മിടുക്കനാണ്. അപ്പോൾ അവിടെ ഒരു ഈഴവനുണ്ട്, ഒരു പാപ്പർ. അപ്പോൾ ഈ ഈഴവൻ ഇതുപോലെ തന്നെ ആയോധന വിദ്യയിലൊക്കെ വളരെ സമർത്ഥനായിട്ടുള്ള ഒരാളാണ്. അയാൾ ഈഴവനാണ്. പക്ഷേ ഇവർ തമ്മിൽ അൺടച്ചബിലിറ്റി ഉണ്ട്, ഈ ഈഴവനും പറയനും തമ്മിൽ അൺടച്ചബിലിറ്റി ഉണ്ട്. പക്ഷേ ഇത് പിന്നെ നെഗോഷിയപ്പെടുന്ന ഭയങ്കര ഇത്. കാരണം ഇയാൾ വലിയ മാസ്റ്ററായി, ഈ പാപ്പർ എന്ന് പറയുന്ന തീയൻ. പക്ഷെ അയാൾ കള്ളുഷാപ്പിൽ വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്കിരുന്നേ കഴിക്കുകയുള്ളൂ. അതാണ് അയാളുടെ എലിറ്റിസം. അയാൾ ആരുടെയും കൂട്ടിരുന്ന് കഴിയില്ല. പക്ഷെ അയാൾ കൂടെ കള്ളു കുടിക്കുന്ന ഒരേ ഒരാൾ എരിയാണ്.
കാരണം ഇത് നോളേജിൻ്റെ ഈക്വാലിറ്റിയാണ്. കാരണം എരി ഇതിൽ ഭയങ്കര ഇതാണെന്ന് ഇയാൾക്ക് അറിയാം. അപ്പോൾ ഇത് പക്ഷേ വെറും ഒരു ബെഞ്ചിലിരുന്ന് ചായ കുടിക്കില്ല, കള്ള് കുടിക്കില്ല. പാപ്പർ ബെഞ്ചിലിരിക്കും, എരി താഴെ ഇരുന്ന്. ഇത് എരിക്കൊരു പ്രശ്നമല്ല. പക്ഷെ കാരണം അവർ തമ്മിൽ വലിയൊരു ഇക്വാലിറ്റി വേറൊരു തലത്തിലുണ്ട്. അപ്പോൾ പാപ്പർ വാസ്തവത്തിൽ ആദ്യത്തെ സീനിൽ ഈ എരിയെ കാണാൻ വരുന്നതിൻ്റെ കാര്യം ഒരു വലിയ മന്ത്രവാദി എരിയെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ വേറൊരു നായരുടെ ഭാര്യ വേറൊരാളോട് ഒളിച്ചോടിപ്പോയി, അയാളെ വശീകരിച്ച് തിരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അതിന് ഉള്ള ടെക്നിക്ക് എരിക്കേ അറിയാവുള്ളൂ. അപ്പോൾ ഇഴ വന്നിരിക്കുന്ന വേറൊരു മന്ത്രവാദി ഇയാളെ കാണും. ഇത് നോളജിൻ്റെ വേറൊരു എക്കോണേ. പക്ഷെ അതിനകത്ത് ഇവർ ഇത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യും, അൺടച്ചബിലിറ്റി. എന്നാൽ അതേസമയം എരിയെ കാണാൻ ഈ മന്ത്രവാദി വരുമ്പം എരിയുടെ വീട്ടിൽ കയറത്തില്ല. കാരണം മലയൻ പറയൻ്റെ വീട്ടിൽ കയറത്തില്ല. അപ്പോൾ അയാൾ വെളിയിരുന്നിട്ട്, കാരണം എരിയുടെ അടുക്കൽ നിന്ന് തന്ത്രം പഠിക്കാൻ വേണ്ടി വരുന്നയാളാണ്. അപ്പോൾ എരി നേരെ ചെന്ന് ആദ്യം മലയന് സംസ്കൃതം അറിയാം, നേരെ സംസ്കൃത ശ്ലോകമാണ് ചൊല്ലുന്നത്. നിനക്ക് അന്ധതയുടെ തിമിരം ബാധിച്ചു, അത് നീ മാറ്റണമെന്ന്. ആ സംസ്കൃത ശ്ലോകം കേൾക്കുന്നതോടുകൂടി ഇയാൾ ഈ മലയൻ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നത്, ഞാൻ പഠിക്കാൻ വന്ന ഒരാൾ, അയാളുടെ വീട്ടിൽ ഞാൻ കയറുന്നില്ലല്ലോ എന്നുള്ളത്. പക്ഷെ കയറാൻ പറ്റില്ല, കാരണം അവർക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറയുന്ന കാര്യമല്ല. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഇയാൾ പഠിച്ചു കഴിയുമ്പോൾ ഈ വന്ന മന്ത്രവാദി എരിക്ക് കുറച്ച് പൈസ ഗുരുദക്ഷിണയായിട്ട് കൊടുക്കും. എരി വേഗം അത് തൊട്ട് കണ്ണി വെച്ചിട്ട് ഇത് വീണ്ടും ഈ മലയൻ്റെ കാലിൽ വയ്ക്കും. എന്നിട്ട് പറയും, എൻ്റെ ഗുരുദക്ഷിണയായിട്ട് കാണണം, കാരണം ഏത് പറയനിൽ നിന്നും വിദ്യ അഭ്യസിക്കാവുന്ന എന്നെ പഠിപ്പിച്ചതിന് നിങ്ങൾക്ക് വരും. ഇതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് നെറ്റ്വർക്ക്. അത് പക്ഷേ ഇത് വളരെ സിംപ്ലിഫൈഡാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ആദ്യം ഇവർക്ക് ആർക്കും നോളേജിൻ്റെ ആക്സസ് ഇല്ല. രണ്ട്, നോളേജിൻ്റെ ഇക്വാലിറ്റി, എലീറ്റിസം ഒന്നും ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് നല്ല നോളജബിൾ ആയിട്ടുള്ള ആൾക്കാരും അവർ തമ്മിലുള്ള ഒരു എലീറ്റിസമൊക്കെ. അപ്പോൾ എനിക്ക് ഇതൊക്കെ നമ്മൾ അറിയണമെങ്കിൽ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു കുറേ ഇമോഷൻസിൻ്റെ ഒരു ഫെമിനോളജിയും പൊളിറ്റിക്സുമായിട്ട് നമുക്ക് കണക്ട്. ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ നിത്യജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് കാണുമ്പോൾ ചിലർക്ക് സന്തോഷം, അല്ലാണ്ട് ആ മേക്കപ്പിൻ്റെ ബാക്കിൽ കുറച്ച് സാധനം ഉണ്ട് എന്ന് കാണുമ്പോഴുള്ളൊരു സന്തോഷം. അപ്പോൾ സോറി മറന്നുപോയി, അതായത് ഞാൻ വിട്ടുപോയി. അല്ല, അപ്പോൾ അതുപോലെ ഇപ്പം നമ്മൾ പട്ടാളക്കാരെന്ന് പറയുമ്പോൾ അവർക്ക് ഇത്രയും വൾണറബിൾ കെയർ അവരുടെ ജീവിതത്തിലുണ്ട് എന്ന് അവരറിയിക്കുക, അതല്ലെങ്കിൽ അതിനെ മാസ്ക് ചെയ്യുന്നുണ്ട് തോന്നുന്നു. ഇപ്പം സ്ത്രീകളോ അല്ലെങ്കിൽ ഇപ്പം ലോവർ കാസ്റ്റിലോ അവരുടെ ശരിക്കുള്ള ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. മേ ബി ഡിസ്കസ്ഡ് എന്ന് പറയുന്ന സാധനങ്ങളും അങ്ങനത്തെ ഒരു പാർട്ടുണ്ട്. പക്ഷെ ആ ഭാഗം കഴിഞ്ഞ് നമ്മൾ നല്ല ഡ്രസ്സ് ഇട്ട് മേക്കപ്പ് ചെയ്തിട്ടാണ് പ്രൊജക്റ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ വേറൊരു ഇതിൽ പ്രൊജക്ഷൻ അതൊന്നും ഇല്ലാത്ത പോലെ അതിന് ഇൻവിസിബിൾ ആക്കിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. മേ ബി സ്ത്രീകൾക്കോ അല്ലെങ്കിൽ കുട്ടികളെ നോക്കുമ്പോൾ ഈവൻ ബ്രസ്റ്റ് ഫീഡിങ് പോലും അതിനെ നമ്മൾ സോഷ്യലി പുറത്തേക്ക് കാണിക്കാത്തൊരു ഇതാണ്. അപ്പോൾ അല്ല മാഡം പറഞ്ഞ അതാ ഒരു കാര്യം ഉണ്ട് തോന്നുന്നു. അത് കാണുമ്പോൾ ഇപ്പോൾ ഓക്കെ, സാധാരണ അവർ അത് കാണിക്കാതെയാണ് ആ പവർ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു. അത് ഇപ്പോൾ കേരളത്തിലൊരു സാധനം, നമ്പൂതിരിമാരെല്ലാം ഭയങ്കര ശുദ്ധവും വൃത്തിയുള്ളതാണ്. ഇതറിയണമെങ്കിൽ സാവിത്രി നെല്ലിങ്ങയോടിൻ്റെ ആത്മകഥ വായിച്ചാണ്. കാരണം സാവിത്രി നെല്ലിങ്ങയോട് പറയുന്നുണ്ട് വാസ്തവത്തിൽ ഇത് ഒന്നാമത് ഇവർക്ക് മെയ്ഡ്സ് ഇല്ലല്ലോ. കാരണം ലോവർ കാസ്റ്റ് ഉള്ളവർ പറ്റാത്തതുകൊണ്ട് മെയ്ഡ്സ് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് ഇവരെല്ലാവരും സ്ത്രീകളും കുട്ടികളും ഒരു വലിയ തളത്തിൽ പായ വിരിച്ചാണ് കിടക്കുന്നത്. അപ്പോൾ ഈ കുട്ടികളെല്ലാം ഇതിനകത്ത് മൂത്രം ഒഴിച്ച് വയ്ക്കും. അപ്പോൾ ഇവർ കിടക്കുന്നിടത്ത് മുഴുവൻ മൂത്രത്തിൻ്റെ മണമാണ്. ഈ ഡിസ്ഗസ്റ്റിലാണ് നമ്പൂതിരി സ്ത്രീകൾ ജീവിക്കുന്നത്. പിന്നെ ഇവർക്ക് തലയിൽ പേൻ നോക്കാൻ ആളില്ല, അത് വലിയൊരു. അതുകൊണ്ട് ഈ നമ്പൂതിരി സ്ത്രീകളുടെ തലമുടി മുഴുവൻ പേൻ അരിച്ചാണ്. എന്നിട്ട് ഇവർ ഒരുമിച്ച് ഉറങ്ങുന്നത് കാരണം ഇത് ഭയങ്കര ജട പിടിച്ച് പേൻ അരിച്ച് നിൽക്കുന്ന ഇതാണ്. അപ്പോൾ വല്ലപ്പോഴും ഇവർ ഈ അൺടച്ചബിലിറ്റിയുടെ റിസ്കിൽ ഇവർക്ക് നായർ സ്ത്രീകൾക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് സാധനം. കാരണം ഇവർക്ക് കുട്ടികളെ നോക്കാനും ആരുമില്ല. കാരണം നായർ സ്ത്രീകൾ കുട്ടികളെ തൊട്ടാൽ അൺടച്ചബിലിറ്റി ഉണ്ട്, പക്ഷേ തുണിക്കേ അൺടച്ചബിലിറ്റി ഉള്ളൂ.
മറിച്ച് പനമ്പട്ടയ്ക്ക് അൺടച്ചബിലിറ്റി ഇല്ല. അതുകൊണ്ട് ഇവർ കുട്ടികളെ പനമ്പട്ട ഉടുപ്പിക്കും, കാരണം നായ സ്ത്രീകൾക്ക് നോക്കാൻ. അപ്പോൾ ഇവർ ഈ ഭയങ്കരമായിട്ടൊരു ഡിസ്ഗസ്റ്റിംഗ് സിറ്റുവേഷനെ ചെയ്തിട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് ഇത് ഈ നമ്മുടെ ചിത്രകഥകളിലൊക്കെ വരുന്നതോടുകൂടിയാണ് ഇവർ ഭയങ്കര കൂളിച്ച് ഇതൊക്കെ മാറി നിൽക്കുന്ന ഒരു ഇതൊക്കെ വളരെ അടുത്ത ഹിസ്റ്ററി സംഭവിക്കുന്ന വീട്ടിൽ പറയുന്നുണ്ട്. അയാള് പറയുന്നത് ഇപ്പൊ സ്ത്രീകൾ സോക്കാളുടെ കൂട്ടി പറയാൻ പറ്റില്ല, സോക്കാളുടെ നമ്പൂതിരി സ്ത്രീകൾക്ക് നിർത്തിയില്ല. മറ്റേ വിജാതീയ വിവാഹങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഇതിലാണ്. അപ്പൊ ഇദ്ദേഹം പറയുന്നത് സ്വജാതീയ വിവാഹങ്ങൾ നടക്കണമെങ്കിൽ ഈ സ്ത്രീകൾ കുറച്ചുകൂടി വൃത്തിയുള്ളവരായിരിക്കും. അപ്പൊ ആ കൺസെപ്റ്റുകൾ ആലോചിച്ച് നോക്കും എത്രമാത്രം എന്ന് വെച്ചാൽ ഇത് ഈ വൃത്തി പറയണത് തന്നെ സോക്കാളുടെ ആൻഡ്രോസെൻട്രിക് വേർഷനിൽ നിൽക്കുന്ന ഒരു സാധനം, അല്ലെങ്കിൽ ആൻഡ്രോസെൻട്രിക് സെക്ഷുവാലിറ്റിയുടെ ഒരു എക്സ്പ്രഷനും. അപ്പൊ ഇവര് ജീവിക സാധാരണ ലിവിങ് ബീങ്സ് ഉള്ള നിലയ്ക്ക് ഇവർക്ക് വേണ്ട ഹൈജീൻ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെ പറ്റി അല്ല അപ്പോഴും അവിടെ ചർച്ച. അല്ല, അത് വലിയൊരു പോയിന്റാണ്. കാരണം ഈ വൃത്തി എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഈ കെയർ എക്കോണമിയുടെ വലിയൊരു ഭാഗമാണ്. കാരണം ഈ മെയ്ഡ്സും ഇവരും ഒക്കെ വൃത്തി, ഇത് ഒരു പ്രത്യേക ചരിത്ര സമൂഹത്തിലാണ് വൃത്തി ഇത്ര സെൻറ്റർ ആയി മാറുന്നത്. ഇതാണ് വാസ്തവത്തിൽ പബ്ലിക് മെഡിസിൻ്റെ എമർജൻസ്. അതായത് 17th 18th സെഞ്ച്വറിയിലാണ് ഈ പബ്ലിക് മെഡിസിൻ എന്ന് പറയുന്ന, അതായത് എല്ലാവർക്കും ഈ ഹോസ്പിറ്റലിലൊക്കെ വെച്ചുള്ള ചികിത്സ കിട്ടുന്ന പരിപാടി. ഇപ്പോൾ ഫ്രാൻസിലൊക്കെ പണ്ട് ഹോസ്പിറ്റലുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ മനുഷ്യൻ മരിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഹോസ്പിറ്റലിൽ നിന്നും ആരും തിരിച്ചു വരത്തില്ല. ഇപ്പോഴും അങ്ങനെ. പക്ഷെ അതൊരു പബ്ലിക് മെഡിസിൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായി വരുന്നത് ആ സമയത്താണ്. ഇത് ഇവിടെ 1-2 കാര്യങ്ങൾ രസമാണ്. ഒന്നാമത് നമ്മൾ മെഡിസിൻ ഇപ്പോൾ സയൻസാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണല്ലോ. അപ്പോൾ ഈ മെഡിസിൻ സയൻസ് ആകുന്നതൊരു ഈ പബ്ലിക് മെഡിസിൻ ആകുന്നതും മെഡിസിൻ സയൻസ് ആകുന്നതും നമ്മളിപ്പോൾ അവർ പറയുന്ന കഥ എന്ന് പറയുന്നത് സയൻറ്റിഫിക് ആയതുകൊണ്ടാണ് ഇതെല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് ആയതാണ്. അങ്ങനെയല്ല, ഇത് പബ്ലിക് മെഡിസിൻ ആയതിനു ശേഷമാണ് ഇതിനൊരു സയൻറ്റിഫിക്. അപ്പോൾ ഈ ഫ്രഞ്ച് വിപ്ലവം ഇന്നലെ നടന്ന നമ്മുടെ വിചാരണയുടെ ഒരു ഞാൻ കാണുന്ന ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഈ ഫ്രഞ്ച് വിപ്ലവം കഴിയുന്നതോടുകൂടി എല്ലാ തരത്തിലുള്ള അതോറിറ്റികളും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. സയൻറ്റിഫിക് അതോറിറ്റി, എഡ്യൂക്കേഷൻ അതോറിറ്റി. അതിലേറ്റവും വലിയൊരു ക്വസ്റ്റ്യനിങ് നടക്കുന്ന മെഡിക്കൽ അതോറിറ്റിയാണ്. അതായത് ചില ആൾക്കാർക്ക് ചികിത്സിക്കാനുള്ള, അന്നും ഇതുപോലെ ബോർഡും നിയമങ്ങളും ഒന്നും ഇല്ലെങ്കിലും ചില ആൾക്കാരാണ് ചികിത്സിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ജാതി പോലെ. അപ്പോൾ അതിനെ ഭയങ്കരമായിട്ട് ഈ ഫ്രഞ്ച് വിപ്ലവത്തിൽ ഈ പ്ലബിയൻസ്, അതായത് വിവരമില്ലാത്ത ജനം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നൊരു സമയമാണ്. അപ്പോൾ അവരാദ്യം ചെയ്യുന്ന ഇതിനെ മുഴുവൻ ക്വസ്റ്റ്യൻ ചെയ്യുകയും എല്ലാ തരത്തിലുള്ള തെറാപ്യൂട്ടിക് പ്രാക്ടീസസിനെ ഇവർ ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതോടുകൂടി ഈ മെഡിക്കൽ ഫീൽഡിലേക്ക് ഒരുപാട് കപട ഡോക്ടർമാർ, നമ്മൾ ഈ ക്വാക്ക് എന്ന് പറയുന്ന ആൾക്കാർ വരികയും പല തരത്തിലുള്ള ചികിത്സാവിധികൾ ഏറ്റെടുക്കുകയും മറിച്ച് വരേണ്യരായ ഡോക്ടേഴ്സ് അറ്റാക്ക് ചെയ്യപ്പെടുകയും ചെയ്യും. ഈ ജനകീയ വിചാരണ ആ സമയത്താണ് നടക്കുന്നത്. ഇവർ അറ്റാക്ക് ചെയ്യപ്പെടുന്നതോടെ നടക്കുന്നതെന്ന് വെച്ചാൽ പാരീസിലുള്ള ഈ അപൂർവ ഡോക്ടർമാരെ ആദ്യത്തേത് കത്തോലിക്ക സഭ അവരുടെ ഈ മൊണാസ്ട്രികളിലേക്ക് പിടിക്കും. കാരണം അവിടെ അച്ഛന്മാർക്ക് ചികിത്സ വേണം. പിന്നെയുള്ളതിനെ അവിടുത്തെ രാജാധികാരം എടുക്കും. പിന്നെ എലീറ്റായിട്ടുള്ള അരിസ്റ്റോക്രാറ്റ്സിന് ഡോക്ടേഴ്സ് ഇല്ല. അപ്പോൾ ഈ സമയത്ത് ഈ ആണ് മെഡിക്കൽ പ്രാക്ടീസിന് കുറേ റെസ്ട്രിക്ഷൻസ് വേണമെന്നും ഈ ക്വാക്കുകളെയൊക്കെ ഇവർക്കൊരു ഇതുമില്ല. മണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊരു നല്ല എലീറ്റായിട്ടുള്ള കുറേ ഡോക്ടേഴ്സ് ഉണ്ട്. പക്ഷേ അവരെ ഒന്നുമില്ലാതെ ഈ മെഡിക്കൽ പ്രൊഫഷൻ്റെ മുകളിൽ വലിയൊരു നിയന്ത്രണം കൊണ്ടുവരുന്നത് ആ 18th സെഞ്ച്വറിയിലാണ്. അപ്പോഴാണ് ഇത് ഒരുപാട് നമുക്ക് നിയന്ത്രണം വേണം, എല്ലാവർക്കും ഇത് ആ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനെ സയൻറ്റിഫിക് ആക്കാനുള്ള ഒരു ഇത് വരുന്നത്. പക്ഷേ ഇങ്ങനെയൊന്നുമല്ല, ഫിസിക്സോ ഒന്നും സയൻറ്റിഫിക് ആകുന്ന അങ്ങനെ ഒരു പ്രോസസ്സിൽ കൂടെയല്ല, അത് മാത്തമാറ്റൈസേഷനോ അതൊക്കെ വന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരു പൊളിറ്റിക്കൽ ഡിസിഷനിൽ കൂടെയാണ് ഈ സാധനം ഇതിനെ ഒരു അച്ചടക്കമുള്ള സാധനമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം നടക്കുന്നത്. ഇതേ സമയത്ത് തന്നെയാണ് മെഡിക്കൽ പോലീസ് ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ പോലീസിൻ്റെ തുടക്കം, മോഡേൺ പോലീസിങ്ങിൻ്റെ തുടക്കം മെഡിക്കൽ പോലീസിംഗ് ആയിട്ടാണ്. അല്ലാതെ അത് വീണ്ടും
പോലീസ് ഉണ്ടാകുകയും അത് മെഡിക്കൽ സ്ഥാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് പോലെയല്ല, മറിച്ച് മെഡിക്കൽ പോലീസ് എന്നുള്ള നിലയിൽ ആണ് ഈ ആര് പ്രാക്ടീസ് ചെയ്യുന്നു, എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു എന്നതിനെ പറ്റി. അപ്പോൾ ഇതേ സമയം തന്നെയാണ് ഈ പബ്ലിക് മെഡിസിൻ ഉണ്ടാകുന്നതോടുകൂടി ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഈ സാനിറ്റേഷൻ, അതായത് മെഡിസിൻ ഉണ്ടാകുന്നതോടുകൂടി നമുക്കിനി മെഡിസിനെ ആൾക്കാരുടെ ഇൻഡിവിജ്വൽ പ്രശ്നങ്ങളായിട്ടല്ല കാണേണ്ടത്, മറിച്ച് ഒരു പോപ്പുലേഷൻ്റെ, ഒരു സമൂഹത്തിൻ്റെ മൊത്തം പ്രശ്നങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പോഴാണ് ഈ ഹൈജീൻ, സാനിറ്റേഷൻ ഇതൊക്കെ വലിയ, അതായത് എല്ലാവരും ചില സാധനങ്ങൾ പാലിക്കണം, അങ്ങനെയൊരു സാധനം ഇതുണ്ടാകുന്നത് ഈ പബ്ലിക് മെഡിസിൻ്റെ ഇതോടുകൂടിയാണ്. അപ്പോൾ പോപ്പുലേഷൻ ബിക്കം എ സൈറ്റ് ഓഫ്, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ രോഗികളാണ് ഉണ്ടാകുന്നത്, അപ്പോഴാണ് നമ്മൾ ഇൻഡിവിജ്വലൈസ്ഡ് കെയർ ഉണ്ടായിരുന്നത്. മറിച്ച് ഇപ്പോൾ ഇൻഡിവിജ്വൽ കെയർ ഉണ്ടാവും, പക്ഷേ ഈ രോഗം എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷൻ ഉണ്ടാകും. അത് പാൻഡമിക്സ് വലിയ അറ്റൻഷൻ വേണം. കാരണം ഇപ്പം നമുക്ക് ഈ ഒരു ആൾക്കാരെ മുഴുവൻ ബാധിക്കുന്ന അസുഖങ്ങളെ പറ്റിയുള്ള ഒരു ശ്രദ്ധയൊക്കെ ഉണ്ടാകുന്നത് ആ സമയത്താണ്. പ്ലേഗ്, ഈ പാൻഡമിക്സ് ഒരു വലിയ പ്രശ്നമാണ്. അതിന് മുമ്പ് പാൻഡമിക്സ് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ ഇപ്പോഴാണ് ഈ പാൻഡമിക്സ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ ഇനി പുതിയ കാണുന്നത് വെച്ചാൽ പാൻഡമിക്സും അപകടങ്ങളും ഒക്കെ ഒരു റിയാലിറ്റിയാണ്. അതൊന്നും നമുക്ക് തുടച്ചു നീക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല, മറിച്ച് ഈ റിയാലിറ്റിയെ നമ്മൾ പഠിച്ചിട്ട് നമുക്കതിനകത്ത് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുന്ന അടുത്ത പാൻഡമിക് ഉണ്ടാകാനുള്ള സാധ്യത 22.84 ഉണ്ട്. ഈ സാധ്യതയിലാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലാതെ ഈ പാൻഡമിക്സുകൾ ഇല്ലാത്തൊരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നില്ല. ഇതിൻ്റെ വേവ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഹൗ ഡു വി സ്റ്റാറ്റിസ്റ്റിക്കലി ഇൻ്റർവീൻ എന്നുള്ള ഒരു ക്രോസിൻ്റെ ആരംഭമുണ്ട്. അതൊരു സോൾഫറിനോ ബാറ്റിൽ ഹെൻറിഡുൻ ആൻഡ് വാർ വിക്ടിംസിനെ ഹെൻറിഡുൻ ആൻഡ് കണ്ടപ്പോൾ അങ്ങനെയാണല്ലോ. അവിടെ മുതലുള്ള അവിടെ ഒരു അങ്ങനെ ഒരു കെയറിങ് സിസ്റ്റം അവിടെ നിന്നും തുടങ്ങിയിട്ടില്ല. ഈ വാർ വിക്ടിംസിനെ കെയർ ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അല്ല, പണ്ട് ഈ കളക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന വാർ വിക്ടിംസിൻ്റെയും സോൾജിയേഴ്സിൻ്റെയും ഇതാണ്. ഈ ഒരു പ്രോസസ്സ് പബ്ലിക് മെഡിസിനോടുകൂടി എല്ലായിടത്തും അങ്ങനെയാണ്. എല്ലാ മെഡിക്കൽ സാധനങ്ങളും ഇനി അങ്ങനെ. അപ്പോൾ അത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഇന്നലെ ഡോക്ടേഴ്സിൻ്റെ കാര്യം വലിയ വിചാരണ ഇപ്പം നമ്മൾ ചെയ്യുന്നത് മെഡിക്കൽ പ്രാക്ടീസ് സാക്രോസാങ്ക്റ്റാണ്, പക്ഷേ ചില ഡോക്ടർമാർ അഴിമതിക്കാരാണ്. അപ്പോൾ അഴിമതിക്കാരെ നിയമമാണ് ശിക്ഷിക്കേണ്ടത്. നിയമം ശിക്ഷിക്കാത്തതുകൊണ്ട് നമ്മൾ അതിനെ കയ്യിലെടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ നറേറ്റീവ്. മറിച്ച് ആ സമയത്ത് ഈ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ആൾക്കാർ ചെയ്യുന്നത്, ജീവിതം ഭയങ്കര ദുരിതമാണ്. ഈ ജീവിതത്തെ ദുരിതമയമാക്കി നിൽക്കുന്ന ഒരു ജീവിതത്തിനെതിരെയുള്ള ആൾക്കാരുടെ പ്രൊട്ടസ്റ്റായി ഡോക്ടേഴ്സിനെതിരെ ചെല്ലുന്നത്. കാരണം അവർ ഈ അധികാരത്തിൻ്റെ ഭാഗമാണ് അതിനകത്ത്. അപ്പോൾ അത് വലിയൊരു ഇത്, പാവപ്പെട്ടവർക്ക് കിട്ടുന്ന ചികിത്സയ്ക്കും വലിയവർക്ക് കിട്ടുന്ന ചികിത്സയ്ക്കും വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവർ ഈ അതോറിറ്റിയെ മുഴുവൻ അടിച്ചൊതുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡോക്ടർമാരെയും ഇത് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് അങ്ങനെയല്ല. നമ്മളിപ്പോഴും ഇതൊരു, കാരണം ഇപ്പം നമ്മൾ പലവരും ജനകീയ വിചാരണ എതിർക്കുന്ന ഇതുകൊണ്ടാണ് വിപ്ലവകാരികൾ വാസ്തവത്തിൽ നീതിന്യായ വ്യവസ്ഥയെ കയ്യിലെടുക്കുക ചെയ്യുന്നത്. മറിച്ച് കോടതി നിയമം കയ്യിലെടുത്തുന്നുണ്ടല്ലോ. കോടതിയൊക്കെ നമ്മൾ മാറ്റിമറിക്കുന്നതിന് പകരം ഇവർ കോടതിയും പോലീസും ആയി എന്നുള്ളതാണ്. കാരണം നമുക്കിപ്പോൾ അങ്ങനെ ഇതിനെ കാണാൻ പറ്റുന്നു. പക്ഷെ അതിലെവിടെയോ ഒരു, എനിക്ക് തോന്നുന്നത് അതിലെവിടെയോ ഒരു മോമെൻ്റ് ഉണ്ട്, ഒരു ആൾക്കാരുടെ ഡെമോക്രാറ്റിക് ലിബറേറ്ററി പ്രാക്ടീസ്. അത് ഈ കറക്റ്റീവായിട്ടുള്ള അല്ല, അതിനപ്പുറത്തുള്ള എന്തോ ഒന്ന് ഇത് ആ ഒരു ചരിത്രം നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ആ ഇവൻറ്റിൽ നമ്മൾ വീണ്ടും നമ്മൾ പോകേണ്ടത്. ഇപ്പം നമ്മൾ കാണുന്നതാണല്ലോ, ഇത് ഫാർമ ഭയങ്കര കൊമേഴ്സ്യലായി, ഡോക്ടർമാർ കറപ്റ്റാണ്, അതിനെതിരെയുള്ള ഒരു കറക്റ്റീവ്. പക്ഷെ ആ ലെവലിലൊന്നും ആയിരിക്കണം എന്നില്ല ഈ മോഡേൺ മെഡിസിനും കെയർ ഡെഫിസിറ്റും ഒക്കെ തമ്മിലുള്ള ബന്ധം. ആ സമയത്ത് വരുന്ന വേറൊരു കാര്യം ഇതാണ്, ഈ പ്രിവെൻറ്റീവ് മെഡിസിൻ എന്നുള്ള സാധനം ഈ പബ്ലിക് മെഡിസിനോടുകൂടി ഉണ്ടാകുന്നത്. അതായത് ക്യൂറിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യരുത്. നമ്മൾ ഒരു ഈ പറഞ്ഞത് വാക്സിൻ ഉണ്ടാകുന്നത്, അതായത് നമ്മൾ പ്രിവെൻഷനാണ് പ്രധാനം. പിന്നെ ഒരെണ്ണമെന്ന് പറയുന്നത് ഈ പോപ്പുലേഷനാണ് നമ്മുടെ ഒരു ടാർഗറ്റ് ഡൊമൈൻ, അല്ലാതെ സഫർ ചെയ്യുന്ന ഇൻഡിവിജ്വൽ രോഗികളല്ല. പിന്നെ ഇതിനെ നമ്മൾ ഈ
ഒരു നോർമാലിറ്റി ഉണ്ടാകും ഇതോടുകൂടി. അതായത് നമ്മൾ ചില നോർമൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാകും. പ്രഷർ എത്രയാണ്, പക്ഷേ ഈ നോർമൽ ഒരു നോമാവും. അതായത് നമ്മളെല്ലാവരും നമ്മൾ ഈ ഇത് പ്രാക്ടീസ് ചെയ്താലേ നമുക്കിത് ഇത് നോർമലാണെന്ന് പറയുന്നത് വെറുതെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ BP ഇതാണെന്നുള്ളതല്ല, മറിച്ച് ഇത് നിങ്ങൾ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചില റിസ്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ ആ BP ഇല്ലെന്ന് വെച്ച് ഇപ്പം എത്രയാണ് 120/80 അല്ലേ 70 അതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ മരിച്ചു ഒന്നുമില്ല. ഗാന്ധിയുടെ എന്തോ റേഞ്ച്, പക്ഷേ അതൊരു നോർമൽ. ഇതിപ്പോൾ അവർ പിന്നെയും കുറച്ചു. അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ അവർ വീണ്ടും കുറഞ്ഞു. ഗാന്ധിയുടെ BP 240/180 ആയിരുന്നു. അപ്പോൾ പറയുന്നത് വെച്ചാൽ ഈ സരോജിനി നായിഡു ഡോക്ടറാണ്, അവർക്ക് ഇത് ടെൻഷൻ അടിച്ചിട്ട് ഇവർ രാത്രി ഉറങ്ങുന്നില്ല. ഗാന്ധി ഈ BP ആയിട്ട് അപ്പുറത്തെ മുറി കിടന്ന് ഉറങ്ങും ധൈര്യമായിട്ട്. പക്ഷെ ഇത് പ്രശ്നം ഇതല്ല, ഇത് നമുക്കറിയാം ഇതൊക്കെ. പക്ഷെ നമ്മളെല്ലാവരും ഈ 120/80 റേഞ്ച് നിൽക്കുന്ന ഒരു പ്രാക്ടീസിലേക്ക് പോകണം. അങ്ങനെയാണ്. ഇപ്പോൾ ഗാന്ധിക്ക് വാക്സിനേഷനുള്ള ഗാന്ധിയുടെ എതിർപ്പ് ഇതായിരുന്നു. അതായത് വാക്സിൻ നടപ്പാകണമെങ്കിൽ എല്ലാവരും വാക്സിൻ എടുക്കും. നമുക്ക് വാക്സിൻ ഫലപ്രദമാണോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. വാക്സിൻ ഫലപ്രദമാണെങ്കിൽ എല്ലാവരും വാക്സിൻ എടുക്കണം. പക്ഷെ നമ്മൾ എന്തിനു വാക്സിൻ എടുക്കും? ഫലപ്രദമാണെന്ന് അറിയാതെ. അപ്പോൾ നിങ്ങൾക്ക് ഫലപ്രദമാണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ക്യാമ്പയിൻ ചെയ്തതിനെ ഒരു നോമാക്കണം. ഇല്ലെങ്കിൽ ഇതെങ്ങനെയാവും? ഇപ്പോൾ കുറേ പേര് വാക്സിൻ എടുക്കുന്നില്ലെങ്കിൽ ഇല്ല. പക്ഷെ അതല്ല, ഇത് ഒരു എല്ലാവരും വാക്സിൻ എടുക്കണം നമ്മൾ പറയുന്നത് എന്തിനാ? ഇല്ല എന്നാലും പക്ഷെ അത് പറഞ്ഞാലേ 90% എടുക്കുള്ളൂ. അതാ പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും ഇതിന്റെ വലിയ എല്ലാവരും ഇത് എടുത്താലേ ഈ സാധനം നടന്നു പോകും. മനസ്സിലായി? മറിച്ച് എല്ലാവരും ഇത് എന്തിനെടുക്കണം എന്ന് ചോദിച്ചാൽ ഇത് സർക്കുലർ ആർഗ്യുമെന്റേ പറയാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ എല്ലാവരും വാക്സിന്റെ കാര്യം നമ്മൾ ആക്ച്വലി കെയർ റിസീവർ എല്ലാ കെയറും റിസീവ് ചെയ്യണോ, അല്ലെങ്കിൽ ഏത് കെയറാണ് ഞാൻ റിസീവ് ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്രശ്നം ഉണ്ടല്ലോ. ഇപ്പോൾ പബ്ലിക് ഹെൽത്തിൽ തന്നെ ഇപ്പോൾ നമ്മൾ പത്രത്തിൽ വയനാട് 2 വർഷം മുമ്പ് ഉണ്ടായിരുന്നു, ട്രൈബൽ ആൾക്കാരുടെ വീടിൻ്റെ മുറ്റത്ത് ഇന്റർലോക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഗവൺമെൻറ് ഒരു കെയർ വർക്ക് കൊടുത്തു, അതാണ് അവരുടെ നീഡ്, അത് അവർ റിസീവ് ചെയ്യണം. അപ്പം അതുപോലെ എല്ലാ വാക്സിനെയും നമ്മൾ ഒറ്റ ഇതിൽ കാണാൻ പറ്റില്ല. അതല്ല, മെഡിസിൻ്റെയും വാക്സിൻ്റെയും എല്ലാത്തിനെയും ഒന്നിൽ കാണാൻ പറ്റില്ല. അതിൽ വെരി എസെൻഷ്യൽ. ഇപ്പം നമ്മൾ എല്ലാ വാക്സിനും ഇതിന് എതിർവാദം ഉണ്ട്, പക്ഷേ കുറേ ജീവൻ രക്ഷിച്ച വാക്സിൻ ഉണ്ട്. പക്ഷെ ഇപ്പോൾ പുതിയത് വരുന്ന എല്ലാ വാക്സിനും വേണോ, അതിന് വേറെ വേറെ ഡിസ്കോഴ്സുകൾ ഉണ്ടോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം എല്ലാത്തിനും ഒറ്റതായി കാണാൻ പറ്റില്ല. ഞാൻ അതിങ്ങനെയല്ല കാണുന്നത്, അതൊക്കെ നമുക്ക് കാണാം. ഞാൻ പറയുന്നത് ഈ പബ്ലിക് മെഡിസിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ഒരു നോർമൽ സാധനം എല്ലാവരുടെയും മൊത്തം അടിച്ചേൽപ്പിക്കുകയാണ്. അങ്ങനെയല്ല. ഈ നോർമൽ സാധനത്തിനെ ഒരു നോമായിട്ട് ട്രീറ്റ് ചെയ്യണം. ഇപ്പം നോം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ മുറിയിൽ നമുക്കൊക്കെ പല മോറൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, എന്നാലും നമ്മുടെ പല വ്യൂസ് ഉണ്ട്. പക്ഷേ ഈ വ്യൂസ് എല്ലാം നമ്മൾ ഒരാൾ പറഞ്ഞിട്ട് ശേഷം വേണം മറ്റൊരാൾ പറയാൻ. നമുക്ക് എല്ലാവർക്കും ഈക്വൽ ചാൻസ് ഉണ്ട്. ഇതൊരു നോർമാണ് ഈ ക്ലാസ്സിൽ. അതായത് എല്ലാവരും അനുസരിക്കും. ഇതെല്ലാവരും അനുസരിച്ചാലേ ഇതിവിടെ തന്നെ ഫലമുള്ളൂ. മറിച്ച് ഒരാൾ മാത്രം ഞാൻ അങ്ങനെ ഒരാളാണ്, ഇവിടെയുള്ള ബാക്കി എല്ലാവരും അതനുസരിക്കുന്നില്ലെങ്കിൽ ഇത് നടക്കുകയില്ല. ഇത് ഇപ്പോഴത്തെ നോർമൽ സിറ്റുവേഷൻ നോമിൻ്റെ ഫോഴ്സ് കിട്ടണമെങ്കിൽ ഇത് ഒരു പോപ്പുലേഷൻ ലെവലിൽ പോകണം. പക്ഷെ നമുക്ക് ഇനി പ്രെഡിക്റ്റ് ചെയ്യാം എത്ര പേര് ഈ നോം എടുക്കും എന്നുള്ളത്. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ഒരു വാക്സിൻ്റെ പ്രശ്നങ്ങളും അതൊക്കെ അതെല്ലാം നമ്മൾ ഈ പോപ്പുലേഷൻ ലെവലിൽ നമ്മൾ ട്രീറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഈ പാൻഡമിക് വന്നപ്പോൾ ഈ പാൻഡമിക് എന്ന് പറയുന്ന സാധനം ഒരു വലിയ കമ്പ്യൂട്ടർ മോഡലിൻ്റെ ലെവലിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഈ പത്രങ്ങളൊക്കെ മറ്റേ ഈ കൊറോണ വൈറസ് കളർഫുള്ളായുള്ള സാധനം ഒരിടത്തു നിന്ന് ചാടി മറ്റിടത്തു നിന്ന് ഇതൊക്കെ വെറും അമർചിത്ര കഥയാണ്, ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ള. അങ്ങനെയൊന്നുമല്ല. ഇതൊരു വലിയ സ്റ്റാറ്റിസ്റ്റിക്കൽ ആവറേജിൽ നടക്കുന്ന മാത്തമാറ്റിക്കൽ മോഡലിൽ നടക്കുന്ന പ്രതിഭാസങ്ങളാണ്. പിന്നെ സാർ, കോവിഡ് ടൈമിലുള്ള റെസ്പോൺസിനെ നമുക്ക് ഹെൽത്തിൻ്റെ തലയിൽ ഫുൾ ഇടാൻ പറ്റില്ല. പൊളിറ്റിക്സ് തന്നെയാണ് അതിന് വലിയൊരു ഉത്തരവാദി.
അതൊക്കെ അപ്പോൾ ഇതൊക്കെ വരുന്ന ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് മെഡിസിൻ പബ്ലിക് മെഡിസിൻ ആവുന്നു, അത് സ്റ്റാറ്റിസ്റ്റിക്കലാവുന്നു. പിന്നെ റിസ്ക് എന്ന് പറയുന്ന ഒരു വലിയ ഇതാകുന്നു. അത് റിസ്ക് ഒരു വലിയ, ഇതെല്ലാം ഒരു റിസ്കിനെ പ്രെഡിക്റ്റ് ചെയ്തിട്ടാണ് ഇത് നടക്കുന്ന മോഡൽ. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും വലിയ കെയറിങ് ജസ്റ്റർ ഇൻഷുറൻസ് ആകുന്നത്. ഇന്ന് ഏറ്റവും അടിസ്ഥാനപരമായ മെഡിക്കൽ കെയർ സാധനം ഇൻഷുറൻസാണ്. കാരണം അതൊരു കെയറിങ് ജസ്റ്റർ. കാരണം ഇത് റിസ്കിലാണ് നമ്മുടെ കെയറിൻ്റെ ഇത് റിസ്ക് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ പിന്നെ നമ്മൾ കാണുന്നത് ഇൻഷുറൻസാണ്. കാരണം പിന്നെ ഇന്നലെ നമ്മൾ രാജുവിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ആക്സിഡൻറ്റ് സേഫ്റ്റിയിൽ മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ പണ്ടെന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റ് ഒഴിവാക്കാനായിട്ടാണ് സ്റ്റേറ്റ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അവിടെ പോയി ഈ ബോർഡും വാർണിംഗ് സൈൻസും പിഴയൊക്കെ വയ്ക്കും. ഇപ്പോൾ രാജു ഒന്നും ചെയ്യുന്നത് അതല്ല. കാരണം ഇതിനെ ആക്സിഡൻറ്റ്സ് ഉണ്ടാവും, അതിൻ്റെ സ്വഭാവങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഇൻവിസിബിളായ പ്രോസസ്സിൽ കൂടെ ഈ ആക്സിഡൻസിൻ്റെ റിസ്ക് കുറയ്ക്കുക എന്നുള്ളതാണ്. അത് മറ്റേ ക്യാമറയായിരിക്കും, മറ്റേ സാധനങ്ങളായിരിക്കും. അത് നമ്മുടെ ഒന്നും ലെവലിലല്ലാത്ത ഏതോ പ്രോസസ്സിനെ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഇത് നിൽക്കുക എന്നുള്ളത്. നിരോധനം എന്നുള്ളതല്ല, നിയമവും നിരോധനവും അല്ല ഈ കെയറിങ്ങിൻ്റെ ഇത്, മറിച്ച് വേറെ ചില പ്രോസസ്സിൽ കൂടെ ഇതാണ്. അപ്പോൾ ഇത് വാസ്തവത്തിൽ ഈ വരുന്നത് സോഷ്യൽ മെഡിസിൻ്റെ ഇൻഷുറൻസ് അപ്പോൾ വന്നത് നമ്മുടെ വേറൊരു ഏജൻസി കെയർ ചെയ്യാൻ മടിയായതുകൊണ്ടല്ലേ ഇൻഷുറൻസ് വന്നത്? അല്ല, ഇത് ഈ റിസ്ക് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വേണം. അതായത് നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾക്ക് ഭാവിയിൽ എന്തോ പ്രശ്നം പറ്റും, അതിലാണ് നമ്മുടെ കണ്ണ്. ഇതങ്ങനെയാണ് ഇൻഷുറൻസ് വരുന്നത് തന്നെ ഇങ്ങനെയാണ്. ഈ കൊളോണിയൽ സാധനങ്ങൾ കയറ്റി ഇന്ത്യയിലേക്കൊക്കെ അയക്കുമ്പോൾ ചിലപ്പോൾ കപ്പൽ ഛേദങ്ങളൊക്കെ വരും, മനസ്സിലായി? ആ കപ്പൽ ഛേദത്തിൽ നമ്മൾ പൈസ ഇറക്കും, അല്ലാതെ ഈ പ്രൊഡക്റ്റിലല്ല. അപ്പോൾ ഈ ആക്സിഡൻസിൻ്റെ രൂപത്തിലാണ് നമ്മളെല്ലാത്തിനും ഇതിനെന്ത് സംഭവിക്കുന്നു. അവരാണിപ്പോൾ നമുക്ക് പിന്നെ ഈ സപ്രൈം ട്രേഡും ഒക്കെ വരുന്ന ഇതാണ്. നമ്മൾ ഈ ഭാവിയിലെ റിസ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് ഈ വലിയ മോഡലിംഗ് ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് അതിനെ ഒരു ടാഞ്ചബിൾ സാധനമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്താണ് ഇത് ഡേറ്റ കളക്ട് ചെയ്യുന്ന നമ്മുടെ ആശാ വർക്കേഴ്സിനെ വരുന്നത്. ഈ ഡേറ്റ കളക്ടിങ് എന്നുള്ളത് ഈ ഒരു കെയറിങ് ജസ്റ്ററിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. പിന്നെ ഈ വലിയൊരു സാധനം ഉണ്ടാകുന്നതാണ് വാട്ടർ സീവേജ് സിസ്റ്റം ക്ലീനിങ്. ഇതേ സമയമാണ് യൂറോപ്പിലൊരു വലിയ, ഇതൊക്കെ ഹെൽത്തിൻ്റെ ഭാഗമാണ്. കാരണം ഇപ്പം നമ്മളിനി ഹെൽത്ത് എന്ന് പറഞ്ഞാൽ രോഗം വരുന്ന ആൾക്കാർക്ക് മരുന്ന് കൊടുക്കുക മാത്രമല്ല, രോഗം വരാതിരിക്കാനുള്ള അർബൻ പ്ലാനിങ്. നമുക്ക് വാട്ടർ സിസ്റ്റം വേണം, സീവേജ് സിസ്റ്റം വേണം. ഇതൊക്കെ ഉണ്ടാകുന്നത് ആ സമയത്താണ്. അതുപോലെ ഇത് വർക്കേഴ്സിനാണെങ്കിൽ വർക്കേഴ്സിൻ്റെ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സസ്റ്റൻസ് ആണ്. കാരണം വർക്കേഴ്സിന് പിറ്റേ ദിവസം ഇവർ ഓഫീസിൽ എത്താനുള്ള സസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ ഈ പബ്ലിക് മെഡിസിൻ വന്നതോടുകൂടിയാണ് ഇവരെ നമ്മളൊരു പോപ്പുലേഷനായിട്ട് മാനേജ് ചെയ്തിട്ട് ഇവരുടെ ഒരു ഹെൽത്ത് സിറ്റുവേഷൻ നന്നാക്കണം. അപ്പോഴാണ് ലീവ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാകുന്നത്. ലീവ് എന്ന് പറയുന്നത് എന്തിനാണ്? ആൾക്കാർക്ക് അത്യാവശ്യത്തിന് വേണ്ടിയല്ല, ഇവർക്ക് ഇവരുടെ സിറ്റുവേഷൻ മെച്ചപ്പെടുത്താനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഈ സമയത്താണ് ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ പബ്ലിക് മെഡിസിനിൽ ബർത്ത് റേറ്റ്, മോർട്ടാലിറ്റി, ഇങ്ങനെയാണ് നമ്മൾ ഇനിയിപ്പോൾ ഹെൽത്ത് സിറ്റുവേഷനെ പറ്റി സംസാരിക്കുന്നത്. ബർത്ത് റേറ്റ്, മോർട്ടാലിറ്റി, അപ്പോൾ ഇതൊക്കെയാണ് ഒരു പബ്ലിക് മെഡിസിൻ്റെ ഇത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ പബ്ലിക് മെഡിസിൻ വന്നതോടുകൂടി തന്നെ ഈ ആൾക്കാരെ അവെയറാക്കുക എന്നുള്ളതൊരു ഇതിന് പണ്ടൊക്കെ ചില പഥ്യം, ചില സാധനങ്ങൾ കഴിക്കരുത് തണുപ്പ് കാലത്ത്. ഇതിപ്പോൾ അങ്ങനെയല്ല. ഒരു ഹെൽത്ത് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് തന്നെ ആൾക്കാരെ ചില കാര്യങ്ങളെ പറ്റി ബോധവാന്മാരാക്കുക. അതിപ്പോൾ ഈ ഡയറ്റ് ഇതൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് ഏത് ആപ്പ് ഡൗൺലോഡ് ചെയ്താലും നമ്മളൊരു ഡയറ്റീഷ്യനെ നമുക്ക് കിട്ടും. ഡയറ്റീഷ്യൻ നമുക്ക് ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു ചെയ്തു. ഭക്ഷണം കഴിച്ചിട്ട്, എൻ്റെ ഫ്രണ്ട്സിനോട് ഭക്ഷണം കഴിച്ചിട്ട് ഓരോ മീലിനെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അന്ന് വൈകിട്ട് ഡയറ്റീഷ്യൻ്റെ ഇത് വരും. ഇതൊരു ഇത് മെഡിസിൻ്റെ ഒരു ഇത് മെഡിക്കൽ സാധനങ്ങൾ അറിയണം എന്നുള്ളതല്ല. ഇത് ഇങ്ങനത്തെ ബോധവൽക്കരണത്തിൽ കൂടെയാണ് മെഡിസിൻ നിൽക്കുന്നത്. അതോടുകൂടി തന്നെ ഈ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമാണ് ഇതൊരു തരം ഈ മോറലൈസേഷൻ, സദാചാരം. അതായത് ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ചില മെഡിക്കൽ സാധനങ്ങളെ വയലേറ്റ് ചെയ്യുന്ന ഇമ്മൊറാൽ. ഇപ്പോൾ പുകവലി എന്ന് പറയുന്ന പെട്ടെന്ന് ഒരു ഇമ്മൊറാലിറ്റി ആയാലും അതൊരു ഹെൽത്ത് ഹസാർഡാണ്, പക്ഷെ അതൊരു ഇമ്മൊറാലിറ്റി ആയിട്ട് നമ്മൾ മാറി.
അതുപോലെ തന്നെയാണ് വാക്സിൻ എടുക്കാത്തവരെല്ലാം ശരിക്കും ക്രിമിനലാണ് ഉള്ളതെന്നുള്ളത്. കാരണം ചോംസ്കി പറഞ്ഞത് വാക്സിൻ എടുക്കാത്തവരെയൊക്കെ ഇടാൻ അമേരിക്കയിൽ ഒരു തടങ്കൽ പാളയം ഉണ്ടാക്കണമെന്നാണ്. കാരണം ഏറ്റവും വലിയ ലിബറൽ പൊളിറ്റീഷ്യൻ പോലും ഇവർ ശരിക്കും ഏത് ക്രിമിനലിനേക്കാളും മനുഷ്യവംശത്തിന് അപകടം വാക്സിൻ എടുക്കാത്തവരാണ്. അപ്പോൾ ഇതൊരു മോറലൈസേഷനുള്ള ഒരു റോൾ, ഇതൊക്കെ വളരെ ഞാൻ പെട്ടെന്ന് സല്ലമാണ് പറഞ്ഞു, കൂട്ടിയും കിഴിച്ചും നോക്കുമ്പോൾ ആരും ഇല്ലാതാവുന്ന ഒരവസ്ഥ. അപ്പോൾ ഇത് ഈ ഒരു മെഡിസിൻ്റെ ഒരു ഇപ്പോൾ ഈ സമയത്താണ്, അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ഈ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു സാധനം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ സമയം തന്നെയാണ് നമ്മൾ പിന്നീട് ഇപ്പം നമ്മൾ സോഷ്യൽ സയൻസ് ആയിരുന്ന ബയോ പൊളിറ്റിക്സ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ബയോ പൊളിറ്റിക്സ് പണ്ട് കാലത്ത് അധികാരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊല്ലാനുള്ള അധികാരമാണ്. ഐ ക്യാൻ കിൽ യു എന്നുള്ളതാണ് രാജാവിൻ്റെ ഇത്. ബട്ട് ഐ വിൽ ലെറ്റ് യു ലീവ് ഇഫ് യു ആക്ച്വലി ഡോണ്ട് ക്രിയേറ്റ് എനി പ്രോബ്ലം, ഐ വിൽ ലെറ്റ് യു ലീവ്. പക്ഷേ ഫുക്കോ ഒക്കെ പറയുന്നതിൽ ബയോ പൊളിറ്റിക്സ് വരുന്നതുകൊണ്ടുകൂടിയാണ് സ്റ്റേറ്റ് പറയുന്നത് ഐ വിൽ എൻഷുവർ ദാറ്റ് യു ലീവ്, but you will all die when your time comes, but we will ensure that you live. അതുകൊണ്ടാണ് മോർട്ടാലിറ്റി, നമ്മുടെ ആയുസ് കൂട്ടുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ സാൻമാർഗിക ലക്ഷ്യം, ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ പ്രോജക്റ്റാണ്. നിങ്ങൾക്ക് അതിനകത്തൊരു ചോയ്സ് ഇല്ല, നിങ്ങളുടെ ആയുസ് ഞങ്ങൾ കൂട്ടിയിരിക്കും. ഇത് വരുന്നതാണ് ഈ ബയോ പൊളിറ്റിക്സ്. അപ്പോൾ പഴയ സമയത്ത് ഈ നമ്മൾ പരമാധികാരം എന്ന് വിളിക്കുന്ന അധികാര രൂപം എന്ന് പറഞ്ഞാൽ അത് നിയമമാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ പിന്നെ അത് നിയമം ഉണ്ടാക്കുക, ചില കാര്യങ്ങൾ നിരോധിക്കുക, അത് വയലേറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുക. ഇത് ശിക്ഷിക്കാനുള്ള ഒരു അധികാരമാണ്. പിന്നെ നമ്മൾ കാണുന്ന ഒരു അധികാരത്തിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് അച്ചടക്കം എന്നുള്ളതാണ്. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ നിയമം ഉണ്ടാക്കി ശിക്ഷിക്കുക എന്നുള്ളതല്ല, എല്ലാവരെയും പരിശീലിപ്പിക്കുക. ഈ ഇപ്പോൾ ജയിലൊക്കെ എങ്ങനെയാണല്ലോ, ജയിലിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു റിഫോർമേറ്റർ, നിങ്ങൾ അവിടെ ഒരു ഇപ്പോൾ ഈയിടെ നമ്മുടെ ഒരു എപ്സ്റ്റൈൻ എന്നൊരു കക്ഷി ഉണ്ടായല്ലോ, ഒരു കോടീശ്വരൻ, പുള്ളി മറ്റേ ഇത് സെക്ഷൽ ട്രാഫിക്കിങ്ങിന് പുള്ളി അകത്തായല്ലോ. അത് കഴിഞ്ഞപ്പോൾ പുറത്ത് വന്ന് പിപ്പഴറി, ചോംസ്കിയൊക്കെ പോലെയുള്ള എല്ലാ വലിയ കക്ഷികളും ഇയാളുടെ ഫ്രണ്ട്സായിരുന്നു. അപ്പോൾ ചോംസ്കി പറയുന്നുണ്ടല്ലോ, ഇത് ഒരു ജയിലിൽ പോയതുകൊണ്ട് ഒരാൾ പാപിയൊന്നും ആവുന്നില്ല, ജയിലിൽ പോയി ശിക്ഷ അനുഭവിച്ച് പുറത്ത് വന്നു കഴിഞ്ഞാൽ അയാൾ എല്ലാവരെയും പോലെയുള്ള ഒരാളാണെന്നുള്ളത്. അപ്പോൾ ഇതൊരു മോഡേൺ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരിക്കൽ നമ്മൾ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്, ഒരിക്കൽ ജയിലിൽ പോയാൽ പിന്നെ അവൻ്റെ ജീവിതം തീർന്നു, അവൻ ഇമ്മോറലാണെന്നുള്ളത്. കുറച്ച് മോഡേൺ കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ജയിലിൽ പോകുക എന്ന് പറയുന്നത്, കാരണം ഹെഗൽ പറഞ്ഞു ജയിലിൽ പോവുക എന്നുള്ളത് ഒരു പൗരൻ്റെ അവകാശമാണ്. ഞാൻ ആരെങ്കിലും പോയി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത അവകാശം എന്ന് പറയുന്നത് കോടതിയിൽ പോയി ഞാൻ പറയും എന്നെ പിടിച്ച് ജയിലിലിടണം. അത് ആരും പറയാത്തത് നമ്മുടെ ജനാധിപത്യ സങ്കല്പം അത്ര സോഫിസ്റ്റിക്കേറ്റഡ് അല്ലാത്തതുകൊണ്ട്. പൂർണ്ണ ജനാധിപത്യ രാജ്യത്ത് നമ്മൾ പോയി അവകാശപ്പെടും. അപ്പോൾ ഒരു അങ്ങനെ നമ്മൾ കാണുമ്പോൾ ജയിലിൽ പോകും. നമ്മൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ പരിശീലനം, കേരളത്തിലാണ് ചപ്പാത്തി ഉണ്ടാക്കുക, അങ്ങനെയുള്ള ഭയങ്കര പരിശീലനങ്ങളാണ് ആൾക്കാർക്ക്. അപ്പോൾ ഇതൊരു അപ്പോൾ അതേസമയം ഇതേപോലെ അവിടെ ഈ ഫൂക്കോ ഒക്കെ പറഞ്ഞാൽ നമ്മുടെ ശരീരങ്ങളെ ഒരു തരത്തിൽ ട്രെയിൻ ചെയ്യാന്നുള്ളത്, അത് എല്ലായിടത്തും പരിശീലനം. നമ്മുടെ ഏറ്റവും നല്ലത് നമ്മുടെ സ്കൂളിലുണ്ടല്ലോ, സ്കൂളിൽ ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ പീരീഡ് കഴിയുമ്പോഴും സാറ് പറയും സ്റ്റാൻഡപ്പ്, ലെഫ്റ്റ് ഹാൻഡ് ഫ്രണ്ട്, റൈറ്റ് ഹാൻഡ് ഫ്രണ്ട്, സിറ്റ്. ഒരു മിലിറ്ററി ട്രെയിനിങ് ആണിത്. ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡിസിപ്ലിനിങ് ആണ് അവിടുത്തെ ഒരു പരിപാടി. അപ്പോൾ ഇത് ഡിസിപ്ലിനിങ് എവിടെ ഉണ്ടെങ്കിലും അത് മിലിറ്ററിയിൽ നിന്ന് സ്കൂളിലെത്തും, സ്കൂളിൽ നിന്ന് ഹോസ്പിറ്റലിലെത്തും. ഇതിങ്ങനെ നടക്കാൻ കാരണം ഡിസിപ്ലിനിങ് ആണ് ഇതിൻ്റെ ഒരു ഓർഡർ. ഇത് കഴിഞ്ഞിട്ട് ഈ പബ്ലിക് ബയോ പൊളിറ്റിക്സ് വരുന്നതോടുകൂടിയാണ് ഇത് പരമാധികാരമോ അല്ല, ഇതുപോലത്തെ പരിശീലനമോ അല്ല, മറിച്ച് ഒരുതരം ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ മാനേജ്മെൻറ്റിൽ കൂടെയാണ് കാര്യങ്ങൾ തീരുമാനം. ഇപ്പം എന്തായാലും നമ്മുടെ ട്രാഫിക് നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ട്രാഫിക് നിയമം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഭയങ്കര ഈ ഇംപേഴ്സണലായ ഒരു നിയമം, ഒരു ട്രാഫിക് ലൈറ്റ്, ഇംപേഴ്സണലായ കുറേ നിയമങ്ങൾ, അതനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യാറുള്ളതാണ്. ഫോട്ടോ എടുക്കുന്നു. ഇപ്പം അങ്ങനെയാണ്. ഇപ്പം ഇതൊരു ഡൈനാമിക് സാധനത്തിൽ കൂടെ അവർ നിയന്ത്രിച്ച് നമ്മുടെ കാറിൻ്റെ വേഗം അതനുസരിച്ച് നിയന്ത്രിച്ച് ഇതൊക്കെ ചെയ്തോളും. ഇതൊന്നും നമ്മുടെ ഇനി ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളൊരു പൗരൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലാതായി വരും. ഇത് ഈ ടെക്നോളജിക്കൽ സിസ്റ്റംസ് എല്ലാം കൂടെ ഇത് ഏറ്റെടുത്ത്
നടത്തിക്കോളും. ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് ഈ ട്രാഫിക് ക്യാമറ ഒരു ഗൂഗിൾ ഒരു മറ്റേ മാപ്പിനകത്ത് നമുക്ക് കിട്ടും എവിടെ ഏത് റൂട്ടിലും എവിടെയൊക്കെയാണ് ഹിഡൻ ക്യാമറ ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടുകൂടെ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും വാർണിംഗ് കിട്ടും. ഇത് പിന്നെ കാറിലേക്ക് ഓട്ടോമേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒട്ടും പ്രശ്നമില്ല. ഈ ഇത് വരുമ്പോൾ നമ്മുടെ സ്പീഡ് കുറച്ച് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഈ റിസ്ക് പ്രോബബിലിറ്റി അങ്ങനെയുള്ള കുറേ ഇതിൽ കൂടെയാണ് ഇപ്പം നമ്മൾ ഈ അധികാരം പറയുക. അതാണ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു അധികാരത്തിൻ്റെ ഇപ്പോൾ ആദ്യം പരമാധികാരം, പിന്നീട് നമ്മൾ അച്ചടക്കത്തിലും പരിശീലനത്തിലുമുള്ള ഒരു അധികാര രൂപം, പിന്നെ നമ്മൾ എമർജ് ചെയ്യുന്നതാണ് ഈ സെക്യൂരിറ്റി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഈ സെക്യൂരിറ്റിയും പബ്ലിക് മെഡിസിനും ഇതിനൊക്കെ അകത്താണ്. അപ്പോൾ നമ്മളിതൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണുന്നത്. പബ്ലിക് മെഡിസിൻ എന്ന് പറയുന്ന ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത്. സർവൈലൻസ് എന്ന് പറയുന്ന ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത്. ഇന്നലെ നമ്മളത് പറഞ്ഞില്ലേ, ഇത് വീട് വാങ്ങിക്കണമെങ്കിൽ ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്നുള്ള അല്ലാത്തൊരു വീട് കിട്ടാം. വളരെ എല്ലാവരുടെയും ഒരു ഇപ്പോൾ എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഭയങ്കര സെക്യൂരിറ്റി. ആർക്കിടെക്ട് പ്ലാൻ ചെയ്യുന്നത് ഈ സെക്യൂരിറ്റി ഫസ്റ്റ് പ്രോമിനൻസ് കൊടുത്തിട്ടാണ് എല്ലാ വീടുകളിലും. ഓപ്പൺ ആയിട്ട് കിടന്നിരുന്ന വീടുകൾക്ക് ഇപ്പോൾ അങ്ങനെ സാധനമില്ല. ഈ സെക്യൂരിറ്റി ഫീലിംഗ് ആണ്. സെക്യൂരിറ്റി ആണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല. പക്ഷേ വയലൻസ് ജീവിതത്തിൽ നിന്ന് കുറഞ്ഞു വരിക. വയലൻസ് ടി വി മാത്രമേ ഉള്ളൂ. അതെ. കുറച്ച് വർഷം മുമ്പ് ഞാൻ നമ്മുടെ എത്തിക്സ് ക്ലാസ്സിൽ പിള്ളേരോട് ചോദിച്ചു, ആരെങ്കിലും ഒരു കത്തിക്കുത്ത് കണ്ടിട്ടുണ്ടോ? ഒരു അടിപിടി പോലും പിള്ളേർ കണ്ടിട്ടില്ല. ഇതെല്ലാം ടി വി മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് ജീവിതത്തിൽ നിന്ന് ഈ സാധനം വയലൻസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഡിസപ്പിയർ ചെയ്ത് അതിങ്ങനെ ഒരുപാട് സിംബോളിക് ഫോംസിലൊക്കെയാണ് നിൽക്കുന്നത്. അത് അതേസമയമാണ് ഈ സെക്യൂരിറ്റിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അപ്പോൾ ഇതിനകത്തൊക്കെ ഈ ഒരു കാര്യം വയലൻസ് കുറഞ്ഞു എന്ന് പറയാൻ പറ്റും സാർ. ഇല്ല, അത് കോൺട്രവേഴ്സി. ഞാനത് അഫേം ചെയ്തില്ല, ഒരു തമാശക്ക് പറഞ്ഞതേ ഉള്ളൂ. Because my thought is like the violence is increasing in its different forms. So violence വയലൻസ് കുറഞ്ഞു എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നില്ലെങ്കിലും സയൻറ്റിഫിക്കായിട്ട് സ്റ്റീഫൻ പിങ്കർ എന്ന് പറഞ്ഞ എവല്യൂഷനിസ്റ്റ് വാസ്തവത്തിൽ ആർഗ്യൂ ചെയ്യുന്നുണ്ട്. എവല്യൂഷണറി ആക്ച്വലി വയലൻസ് ഹസ് കം ഡൗൺ. അവർ കൺസേൺ ഫോർ വയലൻസ് ഓൾസോ ഹാസ് ഇൻക്രീസ്ഡ്, ബട്ട് ആക്ച്വൽ ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ഷെഡ് ഇപ്പം ഇത് ഇസ്രായേലൊക്കെ ബോംബിടുന്ന കണ്ടില്ല. കറക്റ്റായിട്ട് ഒരാളുടെ വീട്ടിൽ പോയി ബോംബിടും. അനാവശ്യമായിട്ട് അവരാരെയും കൊല്ലത്തില്ല. ഒരു പോപ്പുലേഷൻ വേണമെങ്കിൽ എത്ര പേരെന്നാൽ കറക്റ്റ് നമ്പർ ഇട്ടാണ് അവർ കൊല്ലുന്നത്. DNA കൂടെ മാച്ച് ചെയ്യണം. അല്ല ഈ അനാവശ്യമായിട്ടുള്ള വധം അങ്ങനത്തെ ഈ മഹാഭാരത യുദ്ധമൊന്നും ഇപ്പം ഇനി ഉണ്ടാവത്തില്ല. അത് പക്ഷേ ഐ എം ഷുവർ വി ഷുഡൻറ്റ് ടു സേ ദാറ്റ് ഓക്കെ വി ആർ ഇൻ എ ബെറ്റർ സൊസൈറ്റി. പക്ഷെ വയലൻസിൻ്റെ നേച്ചർ മാറുന്നുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ എനിക്ക് പറയാൻ വെച്ചാൽ ഈ നമ്മൾ ഈ സെക്യൂർ പബ്ലിക് മെഡിസിൻ്റെ ഈ കെയർ സിസ്റ്റത്തിനകത്താണ് ഇന്ന് കെയറിൻ്റെ പൊളിറ്റിക്സ് നമ്മൾ നോക്കേണ്ടത്. അത് ഏറ്റവും കൂടുതൽ നമ്മൾ കേപ്പബിളാണ് ടെക്നോളജിക്കലി കെയർ ചെയ്യാൻ, നമ്മൾ ചെയ്യുന്നുമുണ്ട്. പക്ഷെ അതിനകത്തുള്ള ഒരു അൺട്രസ്റ്റാണ് പൊളിറ്റിക്സ് തീമാറ്റൈസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഒരു കാര്യം പറഞ്ഞു നിർത്തണം. അതായത് പൊളിറ്റിക്സ് തീമാറ്റൈസ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് ഇപ്പോൾ സനിൽ പറഞ്ഞു വെച്ചു. എനിക്ക് ഇവർ പറഞ്ഞ ഹെൽത്തിൻ്റെ കാര്യമല്ലേ, കോവിഡ് ഹെൽത്ത് പൊളിറ്റിക്സ് പറഞ്ഞില്ലേ, അതും കൂടി നമുക്കൊന്ന് ലിങ്ക് ചെയ്ത് ആലോചിക്കണം എന്ന് തോന്നുന്നുണ്ട്. സനിൽ പറഞ്ഞു വെച്ചതിൽ നിന്ന് കോവിഡ് കാലത്തുണ്ടായ കാര്യങ്ങളുടെ ബർഡൻ വാക്ക് പറഞ്ഞു, ഉത്തരവാദിത്വം. ഉത്തരവാദിത്വം ഹെൽത്തിനല്ല, ഹെൽത്തിന് മാത്രമല്ല പൊളിറ്റിക്സിനാണ്. അപ്പോൾ വാട്ട് പൊളിറ്റിക്സ് ഹാസ് ഡൺ ദർ എന്നുള്ളൊരു വാസ് ഇറ്റ് എബൌട്ട് ആൻഡ് ഓഫ് കെയർ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിക്കണം തോന്നുന്നു എനിക്ക്. നമുക്ക് ഓരോരുത്തർക്കും ആലോചിക്കാം, പക്ഷെ ഞാൻ പറയാം അല്ല ഇതിൻ്റെ കാര്യങ്ങൾ ഈ റിസ്ക്, ലൈഫ് അറ്റ് റിസ്ക് എന്നുള്ള ആകാംക്ഷ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ അല്ല. അവർ ലൈഫ് ഇസ് അറ്റ് റിസ്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് തന്നെ തട്ടും. അപ്പോൾ ആ തട്ടൽ
നമ്മളെ കൂടി വിജിലൻ്റ് ആക്കും. ആ തട്ടുന്നത് ആരാണോ അവരൊക്കെ വിജിലൻ്റ് ആക്കും. അങ്ങനെ തടയലാണ് അങ്ങനൊരു വിജിലൻസ് അവിടെ അതിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അപ്പം അത് വളരെ അവിടെ വേറൊരു ഇതുണ്ട്, ഒരു വയലൻസ് ഉണ്ട്. അതിൽ തട്ടുന്നുണ്ടെന്നുള്ളതിൽ തട്ടല് തന്നെ ഒരു വയലൻസ് ആവുന്നുണ്ട്. കാരണം യു ആർ അറ്റ് റിസ്ക്, ലൈഫ് ഈസ് അറ്റ് റിസ്ക് ആൻഡ് യു ആർ അല്ലേ? അത് ശരിക്ക് ആലോചിക്കേണ്ട ഒരു വിഷയമാണ് തോന്നുന്നു. എന്നുവെച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഒരാളിലാണോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ എന്നുള്ളതല്ല. കോവിഡിൽ ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. നമ്മള് ഇങ്ങനെ സത്യം റിസ്ക് അയ്യോ അറ്റ് റിസ്ക് അല്ല. റിസ്ക്